All right. I'm really happy for you. നിങ്ങളുടെ മെഡിറ്റേഷനിലൂടെ കടന്നു പോവുകയും now you are in a calm and peaceful state, right? വളരെ calm ആയിട്ടുള്ള പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് അല്ലേ? Yes or no? Yes? Okay, Yes, very good. yes. All right. So ഇന്നത്തെ EFT സെഷനിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. നമ്മൾ നമ്മളുടെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ നമ്മളുടെ ലൈഫിൽ നമ്മൾ പലതരത്തിലുള്ള പ്രോബ്ലംസിലൂടെയും പല സംഗതികളിലൂടെയും കടന്നു പോകുന്നുണ്ടാവാം. പലതരത്തിലുള്ള ചലഞ്ചസിലൂടെ കടന്നു പോകുന്നുണ്ടാകാം. ഏത് ചലഞ്ചസിലൂടെ കടന്നു പോകുകയാണെന്നുണ്ടെങ്കിലും ഇതിനെല്ലാത്തിനും നമുക്ക് പരിഹാരമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ടൂളാണ് EFT എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മളുടെ പ്രോബ്ലംസ് പലതായിരിക്കാം. അപ്പം നിങ്ങൾ ആദ്യം വേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ വാട്ട് ആർ ദ പ്രോബ്ലംസ് ദാറ്റ് യു ആർ ഗോയിങ് ത്രൂ എന്നുള്ള കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി നമുക്ക് നേടും. ഏത് ഏരിയയിലാണ് ഞാൻ വർക്ക് ചെയ്യേണ്ടത്, ഡിഫൈൻ ദ ക്ലാരിറ്റി ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, സോ ഇതിലേക്ക് നമുക്ക് കിടക്കാം. സോ ഇഫ് യു ആർ റെഡി ആൻഡ് എക്സൈറ്റഡ് ജസ്റ്റ് കമന്റ് ഡൗൺ RE എന്ന് കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ് ആരെങ്കിലും ഇനി ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ നമ്മളുടെ ലൈക്ക് രഞ്ജിത്ത് പ്ലീസ് ഷെയർ. നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ എല്ലാ ഗ്രൂപ്പുകളിലും എന്ത് ചെയ്യുക, ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, എല്ലാ ഗ്രൂപ്പുകളിലും എന്ത് ചെയ്യുക, അപ്ഡേറ്റ്സ് കൊടുക്കുക. ഓക്കെ, പ്രോഗ്രാം അല്ലെങ്കിൽ നമ്മൾ സെഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സോ ഓൾ റൈറ്റ്. സോ ആരൊക്കെയാണ് ഇവിടെ റെഡി ആയിട്ടുള്ളത് എന്ന് പേര് വായിക്കാം. സോ ഇവിടെ റെഡി ആയിട്ടുള്ളത് സാജിദ ഷമീർ റെഡി, ആൻഡ് അബ്ദുള്ള താഹിർ റെഡി, മൈദ മാം റെഡി, റബി റെഡി, ഓക്കെ, രാഹിബ് റെഡി, ഓക്കെ, അംപ്ലി മാം റെഡി, മായ റെഡി, അരഫ ഓക്കെ റെഡി, ഓൾ റൈറ്റ്, ആദി റെഡി. ഇസ് ദർ എനിവൺ എൽസ്? ഇനി ഇത്ര പേരേ ഉള്ളൂ റെഡി ആയിട്ടുള്ളത്, ബാക്കിയുള്ളവരൊന്നും റെഡി അല്ലേ? സോ ജസ്റ്റ് ഗെറ്റ് അപ്പ് ആൻഡ് ജസ്റ്റ് ഡു ഇറ്റ്. ഓക്കെ ഗായ്സ്, നമ്മൾ ഇന്ന് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സെഷനിലേക്ക് നമ്മൾ മൂവ് ചെയ്യാൻ പോവാണ്. സോ ഇഫ് യു ആർ റിയലി എക്സൈറ്റഡ്, ഇഫ് യു ആർ റിയലി എക്സൈറ്റഡ്, just comment out, I'm really excited. Okay, today is going to be something amazing. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വളരെ നല്ല രീതിയിലേക്ക് എന്താ വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഗോളുകൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, വല്ല മാറ്റങ്ങളും വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, ഇറ്റ്സ് നൗ ഓർ നെവർ. ഇത് നമ്മൾ ഇന്ന് ഈ നിമിഷം നമ്മൾ തീരുമാനിക്കണം. നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, വി ഹാവ് ടു ഡിസൈഡ് നൗ. ഇപ്പോൾ ഈ നിമിഷം ഈ മൊമെന്റിൽ നമ്മൾ എന്ത് ചെയ്യണം, തീരുമാനിക്കണം, എനിക്ക് ഐ വാണ്ട് ട്രാൻസ്ഫോർമേഷൻ, എനിക്ക് ചേഞ്ച് വേണം, എൻ്റെ അവസ്ഥകൾ ചേഞ്ച് ആവണം, എൻ്റെ സിറ്റുവേഷൻ ചേഞ്ച് ആവണം, എൻ്റെ ആരോഗ്യം ചേഞ്ച് ആവണം, എൻ്റെ വെൽത്ത് ചേഞ്ച് ആവണം, എൻ്റെ സമ്പത്ത് ചേഞ്ച് ആവണം, എൻ്റെ ഫാമിലി റിലേഷൻഷിപ്സ് ചേഞ്ച് ആവണം, എൻ്റെ കരിയർ ചേഞ്ച് ആവണം, എൻ്റെ ബിസിനസ് ചേഞ്ച് ആവണം, എൻ്റെ സ്പിരിച്വാലിറ്റി ചേഞ്ച് ആവണം. ഐ ഹാവ് ടു മേക്ക് ചേഞ്ചസ്. അതിന് വേണ്ടിയിട്ട് എൻ്റെ ഡിസിപ്ലിൻസ് ചേഞ്ച് ആവണം, എൻ്റെ പേഴ്സണാലിറ്റി ചേഞ്ച് ആവണം, എൻ്റെ കൺസിസ്റ്റൻസി ചേഞ്ച് ആവണം. ഐ നീഡ് ടു ചേഞ്ച് മൈ ലൈഫ്. എൻ്റെ ലൈഫ് ഞാൻ ചേഞ്ച് ചെയ്യണം. നോ വൺ ഈസ് ഗോയിങ് ടു കം ആൻഡ് ചേഞ്ച് മൈ ലൈഫ്. എൻ്റെ ലൈഫ് വേറൊരാൾ വന്നിട്ട് എന്തെങ്കിലും ചേഞ്ച് ചെയ്യില്ല. ഐ ഹാവ് ടു ഡു ഇറ്റ്. ഹു ഹാവ് ടു ഡു ഇറ്റ്? ഐ ഹാവ് ടു ഡു ഇറ്റ്. ജസ്റ്റ് കമന്റ് ഡൗൺ, ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ മൈ ലൈഫ്? നിങ്ങളുടെ ലൈഫിന് ആരാണ് റെസ്പോൺസിബിൾ? ഹു? മീ എന്ന് കമന്റ് ചെയ്യും. ജസ്റ്റ് കമന്റ് ഓൺ മീ, ഓൺലി മീ. ഓക്കെ, ജസ്റ്റ് മീ. ജസ്റ്റ് കമന്റ് ഓൺ മീ. ഓക്കെ, വേണമെങ്കിൽ ഇങ്ങനെ കമന്റ് ചെയ്തോളൂ, ഓൺലി മീ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. No one else. No one else is responsible. Only me. Yes, Shanu says, only me. No one can help you. അതായത് നമുക്ക് ഡെഫിനറ്റ്ലി നമുക്ക് ഹെൽപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാനേ പറ്റുള്ളൂ. പക്ഷെ ഒരാൾക്കും നിങ്ങൾ ആരെയും കാത്തിരുന്നിട്ട് കാര്യമില്ല. കാത്തിരുന്ന് കാലം കഴിഞ്ഞു പോയി. അവസാനം ദേ കിടക്കണു, കുറച്ച് കഴിയുമ്പോൾ ദൈവം തട്ടിപ്പോണു, ദേ കിടക്കണു, കുഴിയിൽ കൊണ്ടുവയ്ക്കുന്നു, കഴിഞ്ഞു, കാലം കഴിഞ്ഞ്, എല്ലാം കഴിഞ്ഞു. ഓക്കെ, ഫൈൻ, ബൈ, ടേക്ക് കെയർ, ഖത്തം, ടാറ്റ, ബൈ, എവറിത്തിങ് ഇസ് ഓവർ. യെസ് ഓർ നോ? സോ നമ്മുടെ ലൈഫിൽ നമ്മളെപ്പോഴും വേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ ലൈഫിൽ എന്ന് വെച്ചാൽ ദിസ് ഇസ് എ ചാൻസ്. യു ഗോട്ട് വൺ ചാൻസ്, മാൻ. യു ഗോട്ട് വൺ ചാൻസ്. ഓൺലി വൺ ചാൻസ് യു ഹാവ് ഹിയർ റൈറ്റ് നൗ. ഇപ്പോൾ ഇവിടെ ഈ ഒരു നിമിഷത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത്, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഒറ്റ ചാൻസ് ആണ്. ലിവ് ദിസ് ലൈഫ് ഓൺ യുവർ ഓൺ ടേംസ്. നമ്മുടെ ഓൺ ടേംസിൽ നമ്മൾ ലിവ് ചെയ്യാം. വി ഹാവ് ടു വർക്ക് ഹാർഡ്. വി ഹാവ് ടു പുട്ട് എഫേർട്ട്. ഒരു കാര്യം പറയട്ടെ, ഞാൻ ഇന്നലെ ഒരു പോള പോലും ഉറങ്ങിയിട്ടില്ല. ഐ എം ഹിയർ. ഒരു എന്താ പറയുക, ഒരു നിമിഷം പോലും കണ്ണടച്ചിട്ടില്ല, ഉറങ്ങിയിട്ടില്ല. ഐ കനോട്ട് സ്ലീപ്പ്. ഐ വാസ് ട്രാവലിംഗ്.
പക്ഷേ ഒരു എമർജൻസി സിറ്റുവേഷനിൽ എനിക്ക് ട്രാവൽ ചെയ്യേണ്ടി വന്നു. ഇന്നലെ ഞാൻ പ്രോഗ്രാം അനൗൺസ് ചെയ്തു. ഇന്നലെ തന്നെ എമർജൻസി സിറ്റുവേഷൻ ട്രാവലിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ ട്രാവൽ ചെയ്ത് പക്ഷേ ഒന്ന് ജസ്റ്റ് എന്താ പറയുക, ഐ തിങ്ക് ഒരു 15 മിനിറ്റ്സ് ആണ് ഞാൻ ഉറങ്ങിയത്. ലാസ്റ്റ് 15 മിനിറ്റ്സ്. പക്ഷേ ഇറ്റ് ഈസ് മൈ ജോബ്. I made this commitment. I came here, I'm sitting here. Is it easy? It's not easy. Is it difficult? Yes, it is difficult. But to change my life, to change my financial situations, to build my business, to build my brand, to build the platform, എനിക്ക് എൻ്റെ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു സംഗതി കാര്യങ്ങൾ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ ഹാവ് ടു ഡു ഇറ്റ്. നോ വൺ ഈസ് ഗോയിങ് ടു ഡു ഇറ്റ്. സോ ഫസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ്റെ ഹീലിങ്ങിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടേക്ക് ദ ബ്ലഡി റെസ്പോൺസിബിലിറ്റി. എന്താണ്? ഞാൻ എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കണം. മനസ്സിലായോ? നിങ്ങൾ ഏറ്റെടുക്കണം. Who is responsible? I am responsible. Who is responsible? Only me. Who can help you? Only me. Who can start? Only me. It starts with me. Why my life is struggling? Because of me. Why I am attracting wrong people? Only because of me and my energy. Only because of my thinking. Only because of my feeling. Only because of my energy. Because I am living in low energy, low frequency, and low energy ഫ്രീക്വൻസിയിലൂടെ കടന്നു പോകുന്നത് കൊണ്ട്, അതിലൂടെ ജീവിക്കുന്നത് കൊണ്ട്, അത്തരത്തിലുള്ള ഇമോഷൻസ് ക്യാരി ചെയ്യുന്നത് കൊണ്ട്, അത്തരത്തിലുള്ള ഇമോഷൻസ് എനിക്ക് എൻ്റെ ട്രോമയിലൂടെ വന്നതാണ്. അത് ഞാൻ ഹീൽ ചെയ്ത് എടുത്ത് കളഞ്ഞിട്ടില്ല. ഞാൻ അതിൻ്റെ മുകളിൽ വർക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് എൻ്റെ ലൈഫിൽ ഈ ഇഷ്യൂ നടക്കുന്നത്. എൻ്റെ ലൈഫിലേക്ക് റോങ് ആയിട്ടുള്ള ആൾക്കാർ വരുന്നു, റോങ് ഓപ്പർച്യൂണിറ്റി വരുന്നു, റോങ് ഇഷ്യൂസ് വരുന്നു, പ്രോബ്ലംസ് വരുന്നു, ബുദ്ധിമുട്ടുകൾ വരുന്നു. ഇതെല്ലാത്തിനും കാരണം ആരാണ്? ഇറ്റ്സ് ജസ്റ്റ് മീ. ട്രോമ തന്നത് മറ്റുള്ളവരാണോ? ഓക്കെ, ഐ ഡോണ്ട് നോ. മേ ബി മറ്റുള്ളവരായിരിക്കാം, മറ്റുള്ളവരിൽ ഇത് നിങ്ങൾ അട്രാക്ട് ചെയ്തതായിരിക്കാം. ഐ ഡോണ്ട് നോ. വാട്ട് എവർ ഹാപ്പൻഡ് ഇസ് ഹാപ്പൻഡ്. യു ആർ ക്യാരിങ് ദാറ്റ് എനർജി. So get rid of that energy. Today is the day. ഈ നിമിഷം മുതൽ, ഈ മൊമെന്റ് മുതൽ ദിനം, ഇറ്റ് ഈസ് ഹൈ ടൈം ടു ക്യാരി ദാറ്റ് എനർജി. നിങ്ങൾ കൊണ്ടു നടക്കുന്ന എനർജി, നെഗറ്റീവായിട്ടുള്ള എനർജി, നെഗറ്റീവായിട്ടുള്ള ഇഷ്യൂസ്, ബുദ്ധിമുട്ടുകൾ, ഇറ്റ് ഈസ് ടൈം ടു ലെറ്റ് ഗോ ആൻഡ് ഗെറ്റ് റിഡ് ഓഫ് ഇറ്റ്. അത് കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് സെർവിങ് യു. അത് നിങ്ങൾക്ക് ഉപകാരം തരുന്നില്ല. മറിച്ച് ഉപദ്രവം മാത്രമാണ്, ബുദ്ധിമുട്ട് മാത്രമാണ്, പ്രയാസം മാത്രമാണ്, ഡിഫിക്കൽട്ടി മാത്രമാണ്, അസുഖങ്ങൾ മാത്രമാണ്, കഷ്ടപ്പാടുകൾ മാത്രമാണ്, കടങ്ങൾ മാത്രമാണ്, ദാമ്പത്യ പ്രശ്നങ്ങൾ മാത്രമാണ്. സോ ജസ്റ്റ് ലെറ്റ് ഗോ, ലീവ്. യാ, എത്ര പേർക്ക് മനസ്സിലായോ? ഒന്ന് കമന്റ് ചെയ്തേ. മനസ്സിലായി സാറേ എന്നുള്ളതിന് MS എന്ന് കമന്റ് ചെയ്യും. Just comment down MS. Right. Just comment down MS. എൻ്റെ പ്രോബ്ലം എന്താണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. Yeah. Just comment down MS. So who is responsible? It's me, only me. So the thing is like, do you really want to, the question is like, do you really want to change? നിങ്ങൾ ശരിക്കും മാറണം എന്ന ആഗ്രഹമുണ്ടോ? ശരിക്കും ട്രാൻസ്ഫോം ചെയ്യണം എന്ന ആഗ്രഹമുണ്ടോ? അത് ജെനുവിൻ ആയിട്ടുള്ള ആഗ്രഹമാണോ? ഒരു ഉള്ളിൽ നിന്നുള്ളൊരു ബേണിംഗ് ഡിസയർ ആണോ? ഉള്ളിൽ നിന്ന് ഫീൽ ചെയ്യുന്നുണ്ടോ ഇനഫ് ഇസ് എനഫ്, മതി, മടുത്ത്, ഐ എം ഗോയിങ് ത്രൂ എ ലോട്ട്, ഐ ഹാവ് ഗോൺ ത്രൂ എ ലോട്ട് ആൻഡ് ഐ എം സ്റ്റിൽ സ്ട്രഗ്ലിംഗ്, ഇനഫ് ഇസ് എനഫ്. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ നമ്മുടെ പ്രോബ്ലത്തിൽ നിന്ന് ഒളിച്ചോടുകയല്ല. ഓക്കെ, ഇനഫ് ഇസ് ഇനഫ്, ഇനി എനിക്ക് മതി, എനിക്ക് പ്രോബ്ലത്തിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി വെച്ചാൽ ഓക്കെ, എനിക്ക് ഈ പാർട്ണർ വേണ്ട, എനിക്ക് ഈ വ്യക്തി വേണ്ട, എനിക്ക് ഈ ജോലി വേണ്ട, എനിക്ക് അവസരം വേണ്ട, എനിക്ക് ഈ ബിസിനസ് വേണ്ട,
ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് എനിക്ക് മതിയായി, എനിക്ക് മടുത്തു, ഇനഫ് ഇസ് ഇനഫ്. നോ, അതല്ല ഇട്ടെറിയേണ്ടത്, അതല്ല ഒഴിവാക്കേണ്ടത്. ഒഴിവാക്കേണ്ടത് എന്താണ്? ഒഴിവാക്കേണ്ടത് ഇമോഷൻസ് ആണ്. ഇതിനെല്ലാത്തിനും കാരണമാകുന്ന ഉള്ളിൽ കിടക്കുന്ന, ഉറങ്ങിക്കിടക്കുന്ന, ഉള്ളിൽ ബ്ലോക്കായി കിടക്കുന്ന ഇമോഷൻസ്, പ്രോസസ്സ് ചെയ്യാതെ കിടക്കുന്ന, ഹീൽ ചെയ്യാതെ കിടക്കുന്ന ഇമോഷൻസ് ആണ് എടുത്ത് കളയേണ്ടത്. സോ ഇനഫ് ഈസ് ഇനഫ്. ഐ ചൂസ് ടു ലെറ്റ് ഗോ ദിസ് ഇമോഷൻ, ലെറ്റ് ഗോ ദിസ് പെയിൻ. ഈ ഒരു പെയിൻ, ഈ ഒരു വിഷമം, ഈ ഒരു ബുദ്ധിമുട്ട്, ഈ ഒരു ഫ്രസ്ട്രേഷൻ, ഈ ഒരു പെയിൻ, ഈ ഒരു ദേഷ്യം, ഈ ഒരു വെറുപ്പ്, ഈ ഒരു വിദ്വേഷം, ഈ ഒരു പക, എനിക്കറിയാവുന്നതും അറിയാത്തതുമായിട്ടുള്ളത്, ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നതും ഇതിനു മുൻപ് അനുഭവിച്ചതും ചെറുപ്പത്തിൽ അനുഭവിച്ചതുമായിട്ടുള്ളത്, കാലങ്ങളായി ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്, എൻ്റെ ബോഡീൻ്റെ ഉള്ളിൽ കോശങ്ങളിൽ കിടക്കുന്ന, ഇതിന് എത്രയോ ചെറുപ്പകാലത്ത് അനുഭവിച്ചിട്ടുള്ള ട്രോമാസ് അവിടെ തന്നെ ബോഡിയിൽ കടന്നിട്ട് ഞാൻ എൻ്റെ ബോധ മനസ്സിന് പിക്ക് ചെയ്യാൻ കഴിയാതെ എൻ്റെ ഉപബോധ മനസ്സിനുള്ളിൽ കിടക്കുന്ന, അബോധ മനസ്സിനുള്ളിൽ കിടക്കുന്ന, അത്രയും പ്രിമിറ്റീവ് മൈൻഡിനുള്ളിൽ കിടക്കുന്ന, ഉറങ്ങിക്കിടക്കുന്ന, എൻ്റെ ബോഡിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് ഞാൻ പോലും അറിയാതെ, ഞാൻ ഉണർന്നിരിക്കുമ്പോൾ പോലും എനിക്കറിയാൻ കഴിയാതെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഓരോ കോശങ്ങളെയും വീക്കാക്കിക്കൊണ്ടിരിക്കുന്ന, ശരീരത്തിൻ്റെ ആരോഗ്യാവസ്ഥയെ തകർക്കുന്ന, സ്ട്രെസ് ഹോർമോൺസിന് പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണമാകുന്ന അബോധ മനസ്സിലുള്ള, ഉപബോധ മനസ്സിനുള്ളിലുള്ള ട്രോമാസ് റിലേറ്റഡ് ആയിട്ടുള്ള മെമ്മറീസും അതിൽ നിന്നുള്ള ഇമോഷൻസും അതിൽ പ്രോസസ്സ് ചെയ്യാതെ കിടക്കുന്ന, 24/7 വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്ന, നോൺ സ്റ്റോപ്പായിട്ട് വർക്ക് ചെയ്തിട്ട് അവയവങ്ങളെ നശിപ്പിക്കുന്ന, എൻ്റെ എനർജിയെ നശിപ്പിക്കുന്ന, എനർജിയെ ബ്ലോക്ക് ആക്കുന്ന, വർഷങ്ങളായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന, റിപ്പീറ്റഡ് ആയിട്ട് പാറ്റേൺ ആയിട്ട് മാറിയിട്ടുള്ള ഒരു ബിലീഫ് സിസ്റ്റത്തിന് കാരണമായിട്ടുള്ള ആ ഇമോഷണൽ ട്രോമയും, അത് പ്രോസസ്സ് ചെയ്യാത്ത ആ ഇമോഷൻസും, കാര്യങ്ങൾ സ്റ്റക്കായി കിടക്കുന്ന ഇമോഷൻസും, അതിൻ്റെ നെഗറ്റീവ് ചാർജും കംപ്ലീറ്റ്ലി എനിക്ക് എടുത്ത് കളയേണ്ടതുണ്ട്. ദാറ്റ് ഈസ് മൈ ഇഷ്യൂ. അത് എടുത്ത് കളയേണ്ടതുണ്ട്. അതിൽ നിന്നാണ് ഞാൻ ഒളിച്ചോടേണ്ടത്, അതിൽ നിന്നാണ് ഞാൻ രക്ഷപ്പെടേണ്ടത്. ഐ ഷുഡ് ലെറ്റ് ഗോ. അതവിടെ വെച്ചിട്ട് ഇഗ്നോർ ചെയ്തിട്ട് വേറെ മറ്റുള്ള പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടിയിട്ട് കാര്യമില്ല, വ്യക്തികളിൽ നിന്ന് ഒളിച്ചോടിയിട്ട് കാര്യമില്ല, ബന്ധങ്ങളിൽ നിന്ന് ഒളിച്ചോടിയിട്ട് കാര്യമില്ല, പാർട്ണറിൽ നിന്ന് ഒളിച്ചോടിയിട്ട് കാര്യമില്ല. പാർട്ണറല്ല പ്രോബ്ലം, ബന്ധമല്ല പ്രോബ്ലം, ജോലിയല്ല പ്രശ്നം, ബിസിനസ് അല്ല പ്രശ്നം, മാർക്കറ്റ് അല്ല പ്രശ്നം, കസ്റ്റമേഴ്സ് അല്ല പ്രശ്നം. ദ പ്രോബ്ലം ഈസ് വിത്ത് യു. ഉള്ളിൻ്റെ ഉള്ളിലാണ് പ്രശ്നം. സോ ഗെറ്റ് ദ ഫക്ക് ഔട്ട്. അതിൽ നിന്ന് പുറത്തെടുക്കണം. For that, you have to heal. For that, so where is enemy? It's inside me. എവിടെ ശത്രു ഉള്ളത്? എവിടെ ശത്രു ഉള്ളത്? It's inside me. മനസ്സിലാവുന്നുണ്ടോ? It's inside me. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ആരോ ഒരു അതിർത്തി കയറി വരുന്നുണ്ടോ? ആളുടെ ഷെയറിംഗ് ഓൺ ആയിട്ടുണ്ട്. ആരുടെ ഷെയറിംഗ് ആണ് ഓണായത്? അദ്ദേഹത്തിന്. അബ്ദുള്ള താഹിർ എന്ന് പറയുന്ന നിങ്ങൾ അദ്ദേഹത്തെ നിങ്ങൾ ഡീൽ ചെയ്യൂ. ഓക്കെ, ഓൾറൈറ്റ്. സോ പറഞ്ഞ മനസ്സിലായോ? Yeah, is it clear? Where is your enemy? Where is your shaitan? Where is your chegutan? Where is your satan? So get him, get out, leave him. അപ്പൊ ആ ആളെ പൊക്കിയണം, ആ ആളെ പൊക്കിയിട്ട് ന്യൂസിലെടുത്ത് കളയണം. അതിനെടുത്ത് കളയുന്ന വഴി ഒരൊറ്റ വഴിയുള്ളൂ. ആദ്യം ഐഡന്റിഫൈ ചെയ്യുക, എന്തെല്ലാം പ്രശ്നങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്, എഴുതി വെക്കുക. എനിക്ക് എവിടെ നിന്നാണ് മോചനം വേണ്ടത്, എഴുതി വെക്കുക. എനിക്ക് എവിടെ നിന്നാണ് മോചനം വേണ്ടത്, ഏതൊക്കെ പ്രശ്നങ്ങളിൽ നിന്നാണ് മോചനം വേണ്ടത്, ഏതൊക്കെ വിഷമങ്ങളെ ഞാൻ ഇപ്പോഴും കൊണ്ട് നടക്കുന്നത്, ഏതൊക്കെ വിഷമങ്ങളെ ഞാൻ ഇപ്പോഴും ഹീൽ ചെയ്യാത്തത്, ഏതൊക്കെ പ്രയാസങ്ങളെ ഞാൻ ഇപ്പോഴും ഹീൽ ചെയ്യാത്തത്. ഗോ ഡീപ്പ് ഇൻ ടു ദാറ്റ്. അപ്പൊ നമ്മളുടെ ലൈഫിൽ നിങ്ങളിപ്പോൾ പല തരത്തിലുള്ള പ്രശ്നങ്ങളോട് കടന്നു പോകുന്നുണ്ട്. എന്തൊക്കെ പ്രശ്നങ്ങൾ കടന്നു പോകുന്നുണ്ടെന്ന് കമന്റ് ചെയ്തേ. വാട്ട് ആർ ദ പ്രോബ്ലംസ് യു ആർ ഗോയിങ് ത്രൂ? ജസ്റ്റ് കമന്റ് ഔട്ട്. ഐ വിൽ ഗിവ് യു ഗൈഡൻസ്. ജസ്റ്റ് കമന്റ് ഔട്ട്. എന്തൊക്കെ പ്രശ്നങ്ങളാണ് നിങ്ങൾ? റിലേഷൻഷിപ്പ് ഇഷ്യൂ ആണോ, ഹെൽത്ത് ഇഷ്യൂ ആണോ, പണത്തിന്റെ ഫൈനാൻഷ്യൽ ഇഷ്യൂ ആണോ? വാട്ട് ആർ ദ ഇഷ്യൂസ് ദാറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ യു?
Like, just write down whatever that is. Or there will be issues of patterns of issues. ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് നടക്കുന്ന ഇഷ്യൂസ് ഉണ്ടാവും. പൈസ ഉണ്ടാക്കുന്നു, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, പൈസ വരുന്നു, വളരുന്നു, അടിപൊളിയാകുന്നു, കുറച്ച് കഴിയുമ്പോൾ ബിസിനസ് തകരുന്നു, നഷ്ടപ്പെടുന്നു, എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു. വീണ്ടും പണം ഉണ്ടാക്കും, ബിസിനസ് ചെയ്യുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, അഗൈൻ യു ആർ ലൂസിങ് മണി ആൻഡ് യു ആർ ഓൾവേസ് അറ്റ് ദിസ് ദിസ് സ്ട്രഗിളിങ് ഫേസ്. അങ്ങനെയാണോ? കരിയർ ബ്ലോക്ക്, സെൽഫ് ലവ് കുറവാണ്, ഫിയർ, ഫൈനാൻഷ്യൽ, സോഷ്യൽ ബ്ലോക്ക്, നിതിൻ പറയുന്നു. മീ, ഐ, എനിമി എന്ന് എഴുതിയിട്ടുണ്ട് അല്ല. നിങ്ങൾ പറയൂ, എന്താ പ്രോബ്ലംസ് ആണ് നിങ്ങൾ പറയൂ. എന്തൊക്കെ പ്രോബ്ലംസ് ആണ് നിങ്ങൾക്കുള്ളത്? റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ എന്താണ്? ഫൈനാൻഷ്യൽ സ്ട്രഗിൾ ആണോ? ഒരു പ്രശ്നമില്ല ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു പ്രശ്നമില്ല എന്ന് പ്രശ്നങ്ങളൊന്നും പറയാൻ മടിക്കുന്നൊരു മൈൻഡുണ്ട്. ഫിയർ ഓഫ് ജഡ്ജ്മെന്റ്, മറ്റുള്ളവരെന്നെ ജഡ്ജ് ചെയ്യുമെന്നുള്ള ഫിയർ ഉണ്ടാവാം ചിലപ്പോൾ. പണത്തിന്റെ പ്രശ്നമുണ്ട്. ഓക്കെ, വേറെ ഫൈനാൻഷ്യൽ പ്രോബ്ലം. നമ്മൾ ഫൈനാൻഷ്യൽ പ്രോബ്ലം ഒക്കെ നമുക്ക് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി രണ്ട് തരത്തിലുള്ള സംഗതികളുണ്ട്. ഒന്ന് ടാക്ടിക്കലായിട്ടും മറ്റൊന്ന് രണ്ടല്ല, മൂന്നാല് ലെവലിലൂടെ നമുക്ക് അതിനൊക്കെ ചെയ്യാൻ പറ്റും. ഇതിൽ പ്രധാനപ്പെട്ടതാണെന്ന് വെച്ചാൽ എനർജറ്റിക്കലി വാട്ട് യു ആർ ഫീലിംഗ് അബൌട്ട് മണി. പണവുമായി ബന്ധപ്പെട്ട്, പണം ഒരു എനർജിയാണ്. ആ എനർജിയുമായി ബന്ധപ്പെട്ട് ഉള്ള നിങ്ങളുടെ എനർജറ്റിക് ഫീലിംഗ് എന്താണ്? നിങ്ങൾ പണവുമായി ബന്ധപ്പെട്ട് എന്താണോ ചെറുപ്പം മുതൽ അനുഭവിച്ചിട്ടുള്ളത്, അതെല്ലാം നിങ്ങളുടെ ബ്ലോക്കായിട്ട് മാറും. ചെറുപ്പത്തിൽ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളുടെ പിതാവിനോടോ അല്ലെങ്കിൽ മാതാവിനോടോ അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിങ്ങൾ പൈസ ചോദിച്ചു, ടൂർ പോകാനോ ട്രിപ്പ് പോകാനോ മിഠായി വാങ്ങിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഗതികൾ നിങ്ങൾ ആഗ്രഹിച്ച പോലെ നടന്നില്ല. നോ ഡൗട്ട് നിങ്ങളുടെ ലൈഫിൽ പിന്നീട് എന്ത് ചെയ്യും? അതൊരു വലിയൊരു ബ്ലോക്കായി മാറും. പണമില്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ പണം എന്ന് പറയുന്നത് ഒരു 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 പെയിൻഫുൾ ആയിട്ടുള്ള, എപ്പോഴും കിട്ടാൻ പ്രയാസം അനുഭവിച്ചിട്ടുണ്ടോ ചെറുപ്പത്തിൽ? അത് ലഭിക്കാൻ, നമ്മൾ ആഗ്രഹിച്ച വസ്തുക്കൾ നമുക്ക് ലഭിക്കാൻ സ്വാഭാവികമായിട്ട് ആ ഇമോഷൻ അവിടെ കിടക്കുന്നുണ്ടാവും. സോ അതിന് പറയാം ഫൈനാൻഷ്യൽ എക്കോസ് എന്നാണ് പറയുക. ഫൈനാൻഷ്യൽ എക്കോസ് എന്ത് ചെയ്യുക? കണ്ടെത്തിയിട്ട്, അതായത് ഏത് പ്രായത്തിൽ ഏത് ഘട്ടത്തിലാണോ നമ്മൾ പണവുമായി ബന്ധപ്പെട്ടുള്ള സംഗതികളിൽ പ്രയാസം അനുഭവിച്ചിട്ടുള്ളത്, ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ളത്, അത് ഇപ്പോൾ പോലും എന്താ വെച്ചാൽ അതുമായി ബന്ധപ്പെട്ടുള്ള സംഗതികളിൽ എന്ത് ചെയ്യുന്നു? ഇഷ്യൂസ് വരുന്നു, ബുദ്ധിമുട്ടുകൾ വരുന്നു, നമ്മുടെ ഇഷ്ടങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തത്, റിലേഷൻ പ്രശ്നമാണ്. ഓക്കെ, അപ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എനർജറ്റിക്കലി കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. അത് നമുക്ക് ഹീലിങ്ങിലൂടെ ക്ലിയർ ആക്കാം. വളരെ പ്രധാനപ്പെട്ട റോൾ അതാണ്. അടുത്തത് മൈൻഡ് സെറ്റിൽ പ്രശ്നമുണ്ടാവും. ഈ എനർജറ്റിക്കലി ഉള്ള പ്രശ്നം കൊണ്ട്, ഇമോഷണൽ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മൈൻഡ് സെറ്റിനെ നമുക്ക് ചേഞ്ച് ചെയ്യും. നമ്മളൊരു ട്രോമ അനുഭവിക്കുന്ന സമയത്ത്, ഓരോ ട്രോമ അനുഭവിക്കുന്ന സമയത്തും ഓരോ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് വരുന്നുണ്ട്. ഇമോഷൻസിന്റെ കൂടെ തന്നെ വേറൊരു കാര്യം വരുന്നുണ്ട്, നെഗറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റ് വരുന്നുണ്ട്. നമുക്ക് നെഗറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റുകൾ ഡെവലപ്പ് ആവും. നമ്മൾ ചില വിശ്വാസങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കും, ചില തീരുമാനങ്ങൾ എടുക്കും. ആ തീരുമാനങ്ങൾ നമ്മളുടെ സ്വഭാവത്തിന്റെ ഭാഗമായി മാറും, നമ്മളുടെ ക്യാരക്ടറിന്റെ ഭാഗമായി മാറും. സ്വഭാവ രൂപീകരണം നടക്കും. നമ്മൾ പ്രത്യേക രീതിയിൽ പിന്നീട് ചിന്തിക്കാൻ തുടങ്ങും. വേദനാജനകമായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആരും എന്നെ സ്നേഹിക്കുന്നില്ല, ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആരെയും വിശ്വാസമില്ല, ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാൻ എന്താ വെച്ചാൽ എൻ്റെ ബിസിനസ്സിൽ പാർട്ണർഷിപ്പ് കൂട്ടില്ല, ഓക്കെ, ഞാൻ മറ്റുള്ള കസ്റ്റമേഴ്സിനെ ഞാൻ വിശ്വസിക്കില്ല, ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ എനിക്ക് മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് മറ്റുള്ളവരുടെ മുഖത്ത് നോക്കിയിട്ട് എനിക്ക് അവരെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കിയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ കഴിയില്ല, ഓക്കെ, യു ഗോട്ട് എ മണി ബ്ലോക്ക്. മനസ്സിലായോ? ഇറ്റ്സ് എ മൈൻഡ് സെറ്റ് ഇഷ്യൂ. സെയിം ഇമോഷണൽ ഇഷ്യൂ മൈൻഡ് സെറ്റ് ഇഷ്യൂ ആയി മാറി. അത് മാത്രമല്ല, അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ മറ്റുള്ളവരെ എനിക്ക് വിശ്വാസമില്ല, മറ്റുള്ളവർ എന്നെ ചതിക്കും, മറ്റുള്ളവർ എൻ്റെ കൂടെ നിൽക്കില്ല, ഓക്കെ, മറ്റുള്ളവർ എന്നെ ചതിക്കും, മറ്റുള്ളവർ എന്നെ കൂടെ നിൽക്കില്ല. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ബിസിനസ് ചെയ്യാൻ എനിക്ക് പേടിയാണ്, ഞാൻ ചതിക്കപ്പെട്ടേക്കാം, ഞാൻ വഞ്ചിക്കപ്പെട്ടേക്കാം, എൻ്റെ പണം നഷ്ടപ്പെട്ടേക്കാം. വെരി ഗുഡ്, യു വിൽ നോട്ട് ഈവൻ സ്റ്റാർട്ട് ബിസിനസ്. യു ആർ സോ സ്കേർഡ്. ഓ, വെരി ഗുഡ്. മനസ്സിലായോ? യെസ് ഓർ നോ?
നമ്മൾക്ക് എന്താണോ ചെറുപ്പത്തിൽ അനുഭവിച്ചിട്ടുള്ളത് അതിനെ ബേസ് ചെയ്തിട്ടാണ്. എന്ന് വെച്ചാൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയില്ല, റിസ്ക് എടുക്കാൻ കഴിയില്ല, വലിയ രീതിയിലേക്ക് എന്ന് വെച്ചാൽ ഫിയർ ഓഫ് ഫെയിലിയർ വരും, ബുദ്ധിമുട്ടുകൾ വരും, നമ്മൾ മുന്നോട്ട് പോകില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? പണം നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. പണം ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു കാര്യം മനസ്സിലാക്കുക. പണം ആർക്കും ഉണ്ടാക്കാൻ കഴിയുമെന്ന് വെച്ചാൽ അത് ഉണ്ടാക്കണം എന്ന് അത്യാവശ്യമായിട്ടുള്ള ആഗ്രഹമുള്ള അല്ലെങ്കിൽ അത്യാവശ്യമായി മാറിയിട്ടുള്ള ആൾക്കാണ്. പണം ഉണ്ടാക്കൽ നിങ്ങളുടെ അത്യാവശ്യമായിട്ട് മാറണം. ഇറ്റ് ഹാസ് ടു ബിക്കം യുവർ നെസസിറ്റി. എപ്പോഴാണോ അത് നെസസിറ്റി ആയി മാറുന്നത് അപ്പോഴൊക്കെ പണം കിട്ടാറുണ്ട്. യെസ്. നിങ്ങളുടെ ലൈഫിലേക്ക് പണം വരാറുണ്ട്. നിങ്ങൾ ഒരു ജോലി പോലും ചെയ്യാത്ത രൂപത്തിൽ തന്നെ ചിലപ്പോൾ പൈസയ്ക്ക് പണം നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. മണി വിൽ കം ടു യു വെൻ മണി ഈസ് നെസസറി. പണത്തിനോട് എന്താ വെച്ചാൽ ഭയങ്കരമായിട്ട് നെസസറി നമുക്ക് ഫീൽ ചെയ്യണം, ഇല്ലെങ്കിൽ പണം വരില്ല. അടുത്തെന്താ? ഇറ്റ്സ് ആൾസോ എ സ്കിൽ. പണം ഉണ്ടാക്കുന്നതിന് സ്കില്ല് വേണം. ആൾക്കാരോട് സംസാരിക്കാൻ കഴിയണം, ആൾക്കാരെ ക്ലോസ് ചെയ്യാൻ കഴിയണം, ആൾക്കാരുടെ സെയിൽസ് സ്കില്ല് വേണം, ആൾക്കാരോട് സംസാരിച്ചിട്ട് കൺവിൻസ് ചെയ്തിട്ട് ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഒരു ഐഡിയ, ഒരു ബിസിനസ്, ഒരു പ്രോഡക്റ്റ്, ഒരു സർവീസ്, വാട്ട് ഇറ്റ് ഈസ്, അത് അവർക്ക് ഉപകാരപ്പെടുന്നതാണെന്നും അത് നിങ്ങൾ ഉപയോഗിക്കണമെന്നും നിങ്ങൾക്ക് നിങ്ങളുടെ പല പ്രശ്നങ്ങൾ ഇത് സോൾവ് ചെയ്യുന്നതും പരിഹരിക്കുമെന്നും പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ കഴിയണം. അതിനൊരു സ്കില്ലുണ്ട്, ആ സ്കില്ല് പഠിക്കണം. സോ യു ഹാവ് ടു ബിൽഡ് യുവർ സ്കിൽ, യു ഹാവ് ടു ബിൽഡ് യുവർ സ്കിൽ, യു ഹാവ് ടു ഡെവലപ്പ് യുവർ സ്കിൽ, ആൻഡ് യു ഹാവ് ടു, for that you have to always practice consistently. You have to do it again and again and again and again and again. ഒരു ദിവസം ചെയ്താൽ മതി പോരാ, 2 ദിവസം ചെയ്താൽ മതി പോരാ, 3 ദിവസം ചെയ്താൽ മതി പോരാ, 4 ദിവസം ചെയ്താൽ മതി പോരാ, 10 ദിവസം ചെയ്താൽ മതി പോരാ, 15 ദിവസം ചെയ്താൽ മതി പോരാ, 20 ദിവസം ചെയ്താൽ മതി പോരാ, ഒരു മാസം ചെയ്താൽ മതി പോരാ, 2 മാസം ചെയ്താൽ മതിയോ, 3 മാസം ചെയ്താൽ മതിയോ, 4 മാസം ചെയ്താൽ മതിയോ, പോരാ. You have to keep on doing, keep on doing, keep on doing, keep on doing, keep on working. Just do it again. പല ഐഡിയാസും അപ്ലൈ ചെയ്യേണ്ടി വരും. പല ഐഡിയാസും പല മെത്തേഡ്സുകളും അപ്ലൈ ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്ത് റെഡിയാക്കി എടുക്കേണ്ട ഒരു കാര്യമാണെന്ന് വെച്ചാൽ മണി മേക്കിംഗ്. ഇത് ജിം ബോംബ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരൂല. ഇവിടെ ഇരുന്ന് ഇങ്ങനെ ധ്യാനം ചെയ്തിട്ട് എന്നിലേക്ക് പണം ഒഴുകി വന്നുകൊണ്ടേയിരിക്കുന്നത് മാത്രം പറഞ്ഞാൽ നടക്കൂല. അത് പറഞ്ഞോ വരുമായിരിക്കും, പക്ഷെ അറ്റ് ദ സെയിം ടൈം അതിങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു ഐഡിയ കിട്ടും. ആ ഐഡിയ കിട്ടുമ്പോൾ ആ ഐഡിയയുടെ പുറത്ത് വർക്ക് ചെയ്യണം. അപ്പോഴാണ് ലോ ഓഫ് അട്രാക്ഷൻ നമുക്കൊരു ഐഡിയ പ്രപഞ്ചം തന്നു. നമ്മളിങ്ങനെ ഇരുന്നപ്പോൾ എന്നിലേക്ക് പണം വന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക, ധ്യാനം ചെയ്തിട്ടോ മെഡിറ്റേഷൻ ചെയ്തിട്ടോ അഫർമേഷൻ കൊടുത്തിട്ടോ ഒക്കെ ഇരുന്നു. ഓക്കെ, അപ്പോൾ ഒരു ഐഡിയ കിട്ടി. ഈ ഒരു ഐഡിയ കിട്ടിയിട്ടെന്ന് വെച്ചാൽ ഐഡിയ തന്നു യൂണിവേഴ്സ്. നമ്മൾ എന്ത് ചെയ്തു? പിന്നെയും പണം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു പറഞ്ഞുകൊണ്ടിരുന്ന നടക്കൂല. ഐഡിയ തന്നിട്ടുണ്ട്, യൂണിവേഴ്സ് പറഞ്ഞുകൊണ്ടിരിക്കടാ മണ്ട, എനിക്ക് ഞാൻ ഐഡിയ തന്നു, നീ പോയിട്ട് വർക്ക് ചെയ്യടാ ഐഡിയയുടെ പുറത്ത്. അപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പണം എന്നിലേക്ക് പോരാ, നീ അവിടെ ഇരുന്നു. ഒരു ഐഡിയ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഐഡിയയുടെ പുറത്ത് എന്ത് ചെയ്യുക? വർക്ക് ചെയ്യണം, ട്രസ്റ്റ് ചെയ്യണം, പ്ലാൻ ചെയ്യണം, റിസ്ക് എടുക്കണം, എഫേർട്ട് ഇടണം, കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ കൂടുതൽ ഐഡിയ തരും, കൂടുതൽ വഴികൾ വരും, കൂടുതൽ സംഗതികൾ വരും, കൂടുതൽ പ്രൊജക്റ്റുകൾ വരും, കൂടുതൽ ജോലിക്കാർ വരും, കൂടെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർ വരും. നമ്മൾ അതൊരു വിഷനാക്കി മാറ്റണം, അതൊരു പ്ലാൻ ആക്കി മാറ്റണം, അതൊരു ആക്ഷൻ ആക്കി മാറ്റണം. അതിൻ്റെ പുറത്ത് എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം, ആൾക്കാരെ വിളിക്കണം. ഒരാളെ വിളിച്ചാൽ മതി പോരാ, 2 ആളെ വിളിക്കണം, 3 ആളെ വിളിക്കണം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യണം, സംഗതികൾ ചെയ്യണം, പുതിയ ടൂൾസുകൾ പഠിക്കണം. You have to build a team again and again and again and again, and then you just try again and again and again. What happens? You will get. You have to show the universe you badly want it. You really want it. You really love it. You know? പണം എന്ന് പറയുന്നത് പൂച്ചകളെ പോലെയാണ്. എന്താ? പുറകെ നടക്കണം, നല്ലോണം സ്നേഹിക്കണം. നല്ലോണം സ്നേഹിച്ചാൽ നമുക്ക് കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അതിന്റെ മൈൻഡ് ചെയ്യാൻ മനസ്സിലാവുന്നുണ്ടോ? സോ നിങ്ങൾ എന്ത് ചെയ്യണം? യു ഹാവ് ടു fall in love. Yeah, you have to show that you truly care about it. അപ്പൊ അതിന് എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കും. You got it? So plan and work, and that is one way. അതൊരു വളരെ പ്രധാനപ്പെട്ട, there are many ways to do it, and one of the ways നമ്മളിൽ അധികം ആൾക്കാർക്കും
കാര്യങ്ങൾ നടക്കാത്തതിന്റെ റീസൺ അതായിരിക്കും. യു ഹാവ് ടു. ഇപ്പൊ നമ്മുടെ 1% ക്ലബ് എന്ന് പറയുന്ന ക്ലബ്ബുണ്ട്. ആ ക്ലബ്ബിൽ വരുന്ന ആൾക്കാരുണ്ട്. ആ ക്ലബിലേക്ക് വരാൻ തന്നെ നല്ല ഫീസ് ഉണ്ട്. 1% ക്ലബ് എന്ന് പറയുന്ന ആൾക്കാരിൽ ഇപ്പൊ റീസെന്റ് രേഷ്മ എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടി ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രോഗ്രാം. അവർ ജോയിൻ ചെയ്തിട്ട് അവർ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർ ജോയിൻ ചെയ്തു, അവർക്ക് ഐഡിയാസ് കൊടുത്തു. 1% ക്ലബിൽ കംപ്ലീറ്റ്ലി ബിസിനസ് ഐഡിയാസ് സംഗതികളൊക്കെ പഠിപ്പിക്കും. അത് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അവർ ടക്ക് 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 1 by 1 ആയിട്ട് ഇമ്മീഡിയറ്റ്ലി ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് ഷീ ഈസ് ഗെറ്റിംഗ് റിസൾട്ട്. അനദർ പേഴ്സൺ ഈസ് നൗഫൽ. നൗഫൽ ഈസ് ഓൾസോ ഗെറ്റിംഗ് റിസൾട്ട്സ്. Another person is Raiha. She's also getting results. The thing is lot of information, lot of knowledge. നമ്മൾ തേടി പിടിച്ച് അതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കണം. അതിന് വേണ്ടിയിട്ട് പണിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം. യു ഹാവ് ടു സിറ്റ്. നമ്മുടെ പ്രോബ്ലം എന്താണെന്നറിയോ? നമ്മൾ ഇരിക്കാൻ മടിയാണ്. ഇരുന്ന് ടാപ്പ് ചെയ്യാൻ പറഞ്ഞാൽ ടാപ്പ് ചെയ്യൂല, ഇരുന്ന് പ്ലാൻ ചെയ്യാൻ പറഞ്ഞാൽ പ്ലാൻ ചെയ്യൂല. അതിങ്ങനെ റീൽസ് ഇങ്ങനെ കണ്ടിരിക്കാൻ എന്ത് സുഖാന്നറിയോ? അടുത്ത റീൽ, അടുത്ത വീഡിയോ. ഓ, എൻ്റെ ലൈഫ് ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. കാത്തിരുന്നോ. ഒരു കാര്യം പറഞ്ഞിട്ട്, നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. റീൽസ് തോണ്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ, വീഡിയോ കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, ടൈം കളഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. മെഡിറ്റേഷനിൽ ഇന്ന് നിങ്ങൾ ഇരുന്നത് പോലെ ഐ എം റിയലി പ്രൗഡ് ഓഫ് യു. ക്ലാസ്സുകളിൽ ഇരിക്കുന്നത് പോലെ എന്നിട്ട് പ്ലാൻ ചെയ്ത് വർക്ക് ചെയ്തിട്ട് പണി തുടങ്ങണം. മനസ്സിലാവണ്ട? ക്ലിയർ ആയോ? നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെയൊക്കെ പ്രോബ്ലം എന്താ? ഇപ്പോൾ പോലും നമുക്ക് എന്താ വെച്ചാൽ ഒന്ന് സ്വസ്ഥമായിട്ട് ഇരുന്ന് ഈ ക്യാമറയുടെ മുൻപിൽ വന്നിരുന്ന്, ഞാൻ വിടുവായുത്തം പറയുമല്ല, ഞാനിവിടെ ഒരു ടേബിളിന്റെ മുൻപിൽ ഈ ഡ്രസ്സൊക്കെ ധരിച്ച് വൃത്തിയിൽ വന്ന് ഇരിക്കുക, ഉറങ്ങിയിട്ട് പോലുമില്ല. നിങ്ങൾ പല ആൾക്കാർ ഇപ്പോഴും അവിടെ ആ ക്യാമറ ഓണാക്കാൻ പോലും പറ്റാതെ അവിടെ ബെഡിൽ കിടന്നിട്ട് കേട്ടുകൊണ്ടിരിക്കുക. ആൻഡ് ദാറ്റ് ഈസ് എ ഡിഫറൻസ്. ഇപ്പോഴും കംഫർട്ട് വേണം, ഇപ്പോഴും കിടന്ന് സുഖിച്ചിങ്ങനെ. സോ ഞാൻ ബ്ലെയിം ചെയ്യല്ല, ഞാൻ നിങ്ങളെ ഉണർത്താണ്. എന്താണ് ലൈഫിൽ സംഭവിക്കുന്നത്? ഒരു പാറ്റേണിലാണ് ഉള്ളത്. രാവിലെ ആകുന്നു, വൈകുന്നേരം ആകുന്നു, രാവിലെ ആകുന്നു, വൈകുന്നേരം ആകുന്നു. അതിനിടയിൽ എന്തൊക്കെയോ കാര്യങ്ങൾ എല്ലാ ദിവസവും ഒരേപോലെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു, ഒരേപോലെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് മാറണം. ഇറ്റ് ഹാസ് ടു ചേഞ്ച്. അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വൺ ഓഫ് ദി ബെസ്റ്റ് ടൂളാണ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ പാറ്റേൺസ് എല്ലാം ബ്രേക്ക് ചെയ്യണം. ഓക്കെ, ഐ അണ്ടർസ്റ്റാൻഡ്. ഞാനിപ്പോൾ ഇന്ന് നിങ്ങളെ നല്ലോണം ഹൃദയത്തിൽ കുത്തിയ പോലെ തോന്നിയിട്ടുണ്ടാവും. ഉണ്ടോ? ഹൃദയത്തിൽ ഇങ്ങനെ ഒരു മുറിവിൽ ഇങ്ങനെ കുത്തിയ പോലെ തോന്നുന്നുണ്ടോ? ഉണ്ടോ? യെസ്. ഉണ്ടെങ്കിൽ അങ്ങ് സഹിച്ചേള്. അങ്ങ് സഹിച്ചോ, അത്രേ എനിക്ക് പറയാനുള്ളൂ. കേട്ടോ? വേദനിക്കാൻ വേണ്ടി തന്നെയാ കുത്തിയത്, ട്രിഗർ ആവാൻ വേണ്ടിയിട്ട്. എണീറ്റിരുന്ന് ഇനി എന്ത് ചെയ്യണം? പണിയെടുക്കണം. ബിക്കോസ് നോ വൺ ഈസ് ഗോയിങ് ടു ടെൽ യു. ഇതൊന്നും ആരും ഇങ്ങനെ പറഞ്ഞു തരൂല. ബിക്കോസ് നോ വൺ കെയർസ്. ആരും കെയർ ചെയ്യുന്നില്ല നിങ്ങളുടെ ലൈഫിനെ കുറിച്ച്. വേറെ ആരെങ്കിലും കെയർ ചെയ്യും വരും എന്ന് പറഞ്ഞിരിക്കുകയാണോ? നോ. ഞാൻ ഇന്ന് വന്നു, നാളെ ഞാൻ വരുമോ? ഇല്ല. മറ്റന്നാൾ വരുമോ? ഇല്ല. ചിലപ്പോൾ ഞാൻ പറഞ്ഞു തരുമോ ഇനി ഇതുപോലെ? നോ. സോ ദിസ് ഈസ് യുവർ ഫൈനൽ വാർണിംഗ്. ഫൈനൽ വാർണിംഗ് ആണ്. ജസ്റ്റ് ഗെറ്റ് അപ്പ് ആൻഡ് ഡു ഇറ്റ്. സോ ടേക്ക് എ ഡിസിഷൻ ടു ചേഞ്ച് യുവർ ലൈഫ്. ഓക്കെ? ഇരുന്നത് മതിയടോ, ഉറങ്ങിയത് മതിയടോ, കിടന്നത് മതിയടോ, റെസ്റ്റ് എടുത്തത് മതിയടോ, കളിച്ചത് മതിയടോ, സുഖിച്ചത് മതിയടോ, റീല് കണ്ടത് മതിയടോ, ഡിലീറ്റ് ചെയ്യടോ, എന്നിട്ട് പണിയെടുക്കടോ. സ്വന്തം ലൈഫ് എന്താണെന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടും കൽപ്പിച്ച് ഇറങ്ങടോ. പ്രാക്ടീസ് ചെയ്യും, പഠിക്കുക. എവിടെ പോയിട്ട് ഏത് കോഴ്സ് ചെയ്തിട്ടാണ് പഠിക്കേണ്ടത്? ഏത് ട്രോമ ഹീൽ ചെയ്യണോ, കോഴ്സ് ചെയ്യണോ, പഠിക്കുക. പൈസ ഉണ്ടാക്കുക, പഠിക്കുക. പണം ഉണ്ടാക്കുക, പഠിക്കുക. പണം ഉണ്ടാക്കുക, കാര്യങ്ങൾ ചെയ്യുക. ഏറ്റവും ബെസ്റ്റ് നോളജ് എന്ത് ചെയ്യണം? ഫ്രീ ആയിട്ട് കിട്ടില്ല.
ഏറ്റവും നല്ല സപ്പോർട്ട് ഫ്രീ ആയിട്ട് കിട്ടില്ല. അതിന് വേണ്ടിയിട്ട് പണം മുടക്കുക, അതിന് വേണ്ടിയിട്ട് എന്താണോ ചെയ്യേണ്ടത് ആ കാര്യങ്ങൾ ആലോചിക്കുക, പ്ലാൻ ചെയ്യുക, ഇറങ്ങിത്തിരിക്കുക, വർക്കൗട്ട് ചെയ്ത് എടുക്കുക, റെഡിയാക്കി എടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഐ വോണ്ട് ടു ടെൽ യു ദ ട്രൂത്ത്. ദ ബിഗസ്റ്റ് ട്രൂത്ത് ഇസ് ലൈക്ക് നോ വൺ ഈസ് ഗോയിങ് ടു കം. ഒരാരും വരാൻ പോകുന്നില്ല. വേറെ ഒരാളും വരാൻ പോകുന്നില്ല. ആരോ വന്നിട്ട് എന്നെ രക്ഷപ്പെടുത്തും. ഏതോ ട്രെയിനർ, ഏതോ മോട്ടിവേഷണൽ സ്പീക്കർ, ഏതോ അല്ലെങ്കിൽ എന്താ പറയുക, ഏതെങ്കിലും ഒരു കോച്ച്, ഏതെങ്കിലും ഒരു മെൻറ്റർ, ഏതെങ്കിലും ഒരു ഹീലർ, ഏതെങ്കിലും ഒരു തെറാപ്പിസ്റ്റ്, ഏതെങ്കിലും ഒരു സൈക്കോളജിസ്റ്റ്. ഐ നീഡ് സമ്മൺ. നോ, നോ വൺ ഈസ് ഗോയിങ് ടു കം ടു റെസ്ക്യൂ യു. നിങ്ങളെ റെസ്ക്യൂ ചെയ്യാൻ ഒരാളും വരാൻ പോകുന്നില്ല. ആൻഡ് ദാറ്റ് ഈസ് അൾട്ടിമേറ്റ് ട്രൂത്ത്. സോ ജസ്റ്റ് സ്റ്റാർട്ട് അപ്പ്. ചില ആൾക്കാരുടെ പ്രശ്നം എന്താ? ഞാൻ അന്ന് ചേഞ്ച് ചെയ്യും, ഞാൻ ഇന്ന് ചേഞ്ച് ചെയ്യും, ഞാൻ അങ്ങനെ ചേഞ്ച് ചെയ്യും, ഞാൻ ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നു പറഞ്ഞു നടക്കുകയാണ്, കഥ പറഞ്ഞു നടക്കുകയാണ്. ഷട്ട് അപ്പ് ആൻഡ് സ്റ്റാർട്ട് അപ്പ്. വായ മൂടിയിട്ട് പണി തുടങ്ങുക. യു ഗോട്ട് ഇറ്റ്? ക്ലിയർ? സോ ഞാൻ ഇതൊക്കെ പറഞ്ഞു തന്നിട്ട് ഞാൻ പറയുകയാണ്, എൻ്റെ മുത്തുമണി, ഐ അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ ഗോയിങ് ത്രൂ. എൻ്റെ സഹോദരി, എൻ്റെ പ്രിയ സഹോദര, എൻ്റെ പ്രിയ സുഹൃത്തെ, നിങ്ങളുടെ പെയിൻ എനിക്ക് മനസ്സിലാവും. ഐ അണ്ടർസ്റ്റാൻഡ് യു നീഡ് ഹെൽപ്പ്. നിങ്ങൾക്ക് ഹെൽപ്പ് വേണം. പറ്റുന്നില്ല, എന്നെ ഇനിയും കുറ്റപ്പെടുത്തില്ല, എനിക്ക് പറ്റുന്നില്ല, എനിക്ക് കഴിയുന്നില്ല എന്ന് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ചിലപ്പോൾ പറയുന്നുണ്ട്. ഐ അണ്ടർസ്റ്റാൻഡ്, ഐ ക്യാൻ ഹിയർ ദാറ്റ്, ഐ ക്യാൻ ലിസൺ ടു ദാറ്റ്. അതെനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്, എനിക്കത് അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഒരു റിയാലിറ്റി ഉണ്ട്. കുറേ ആയില്ല ഇങ്ങനെ കടന്നു പോകുന്നത്. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ, നിങ്ങളോടാ പറയാം, ഈ സുഹൃത്തിനോട് പറയരുത്, നീ വിചാരിച്ചു കഴിഞ്ഞാൽ, ഇയാൾ വിചാരിച്ചു കഴിഞ്ഞാൽ, മനസ്സ് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, യു ക്യാൻ ചേഞ്ച്. യു ക്യാൻ ലിറ്ററലി ചേഞ്ച് യുവർ ലൈഫ്. എങ്ങനെയെന്നുള്ളത് എന്നോട് ഇപ്പം ചോദിക്കേണ്ട. എങ്ങനെയാന്നുള്ളത് എനിക്ക് പറഞ്ഞു തരാനും അറിയില്ല. ഒരേ ഒരു കാര്യമാണ്, എങ്ങനെയാന്നുള്ളത് നിങ്ങൾ അറിയും വേണ്ട. എങ്ങനെയാന്നുള്ളത് നമ്മുടെ ഞാനോ നിങ്ങളോ ആരും അറിയേണ്ടതില്ല. എങ്ങനെയുണ്ട് ലൈഫ് ചേഞ്ച് ആകുന്നുള്ളത്, നിങ്ങളുടെ ലൈഫ് എങ്ങനെ ചേഞ്ച് ആവുന്നുള്ളത് നിങ്ങൾ അറിയേണ്ടതില്ല. യു ജസ്റ്റ് സ്റ്റാർട്ട് വിത്ത് വട്ട് യു ഹാവ്. അതെന്താണ്? ഒരു ഡിസിഷനാണ്, ഒരു തീരുമാനമാണ്. വെൻ യു ടേക്ക് ഡിസിഷൻസ്, ഒരു തീരുമാനം എടുക്കുമ്പോൾ ലൈഫ് ചേഞ്ചസ് എന്നാണ് പറഞ്ഞത്. ലൈഫ് ആ കംപ്ലീറ്റ്ലി മാറും. സോ ഇയാളോട് എനിക്ക് പറയാനുള്ളത്, ഇറ്റ്സ് ഓക്കെ. ഇത്രയും കാലം എന്താണോ കടന്നു പോയിട്ടുള്ളത്, ഇത്രയും കാലം എങ്ങനെയൊക്കെയാണോ അനുഭവിച്ചിട്ടുള്ളത്, അതൊക്കെ വിട്ടുകള. അത് പഴയ കാലം. ഈ നിമിഷം, ഈ മൊമെന്റിൽ ഇവിടെ നമുക്ക് തിരിച്ചു വരാം. നമുക്ക് തിരിച്ചു വരാം. യെസ് യു ക്യാൻ ഡു ഇറ്റ്. യെസ് യു ക്യാൻ ഡു ഇറ്റ്. എൻ്റെ കൂടെ പറ, യെസ് ഐ ക്യാൻ ഡു ഇറ്റ്. എൻ്റെ കൂടെ പറ, ഉച്ചത്തിൽ പറ, എൻ്റെ കൂടെ പറ, യെസ് ഐ ക്യാൻ ഡു ഇറ്റ്. യെസ് ഐ ക്യാൻ ഡു ഇറ്റ്. യെസ് ഐ ക്യാൻ ഡു ഇറ്റ്. യെസ് പറ, യെസ് ഐ ക്യാൻ ഡു ഇറ്റ്. യെസ് ഐ ക്യാൻ ഡു ഇറ്റ്. യെസ് ഐ ക്യാൻ ഡു ഇറ്റ്. എനിക്ക് മാത്രമേ എന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. യെസ് ഐ എം റെഡി ടു ഡു ഇറ്റ്. 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 ഐ ക്യാൻ ഡു ഇറ്റ്. ഐ എം റെഡി ടു ഡു ഇറ്റ്. യെസ്, come on. Just come on. Repeat, repeat, repeat. Yes. We are doing this for you. Yes, for you. I'm telling you. This is the moment. Yes, I can do it. I can do it. Repeat, repeat, repeat. ഒരു 10-30 തവണ പറയട്ടെ. I can do it. 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 Yes, I can do it. I will change my life. I will change my life. No one is going to change my life. I will change my life. I can do it. I can change my life, and I'm going to change my life. This is the way. This is the only way. I have to take the decision. No one is going to do it for me. Yes. How do you feel now? Much better? I understand. So, കഴിയില്ല, സാധിക്കില്ല, ഞാൻ എങ്ങനെ ചെയ്യും, ഞാൻ എവിടെ തുടങ്ങും, എനിക്കറിയില്ല.
അത്തരത്തിലുള്ള ചിന്തകളോ സംസാരങ്ങളോ ഒന്നും ഇനി വേണ്ട. ഇയാളോടാ പറയാനുള്ളത്. ഇത്തരത്തിൽ കേൾക്കുന്നുണ്ടോ പറയുന്നത്? ഇത്തരത്തിലുള്ള ഡയലോഗുകളോ സംസാരങ്ങളോ വേണ്ട. കാരണം നിങ്ങൾ എന്തു പറയുന്നുവോ, ഇയാൾ എന്ത് പറയുന്നുവോ അത് ഇയാളുടെ ബോഡി കേൾക്കുന്നുണ്ട്, ഇയാളുടെ കോശങ്ങൾ കേൾക്കുന്നുണ്ട്, ഇയാളുടെ സെൻസ് കേൾക്കുന്നുണ്ട്, ഇയാളുടെ അവയർനെസ് കേൾക്കുന്നുണ്ട്. അത് റിപ്പീറ്റഡ് ആയിട്ട് ഉള്ളിൽ മുഴങ്ങുന്നുണ്ട്. അത് റിപ്പീറ്റ് ചെയ്ത് അത് നിങ്ങളുടെ റിയാലിറ്റി ആയി മാറും, നിങ്ങളുടെ ബിലീഫായി മാറും, നിങ്ങളുടെ തോട്ട്സ് ആയിട്ട് മാറും, നിങ്ങളുടെ ചിന്തകളായിട്ട് മാറും, നിങ്ങളുടെ ഫീലിങ്സ് ആയിട്ട് മാറും, നിങ്ങളുടെ എനർജി ആയിട്ട് മാറും. എനർജി അതെന്ത് ചെയ്യും? നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് അത് അവസാനം എത്തിക്കും. സോ ഡോണ്ട് ഡു ദാറ്റ്. നോ മോർ ടോക്കിംഗ് നെഗറ്റീവായിട്ടൊന്നും സംസാരിക്കരുത്. എപ്പോഴും സംസാരിക്കുന്നത് വെച്ചാൽ എന്തും പോസിബിൾ ആണ്. ഐ ക്യാൻ ഡു എനിത്തിങ്, ഐ ക്യാൻ ബി എനിത്തിങ്, ഐ ക്യാൻ അച്ചീവ് എനിത്തിങ്, ഐ ക്യാൻ ക്രിയേറ്റ് എനിത്തിങ് വാട്ട് ഐ വാണ്ട്. എനിക്ക് എന്താണോ വേണ്ടത് അതെല്ലാം എനിക്ക് സൃഷ്ടിക്കാൻ പറ്റും, എനിക്കതെല്ലാം നേടിയെടുക്കാൻ പറ്റും. എനിക്കതെല്ലാം ഞാൻ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നേടിയെടുക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. എനിക്കെന്തും നേടിയെടുക്കാം, എനിക്കെന്തും സൃഷ്ടിക്കാം, എനിക്കെന്തും. മനസ്സിലാവുന്നുണ്ടോ? സോ പ്ലീസ്, മനസ്സിലായി ഞാൻ പറയുന്നത്? അയാളോടാ പറയുന്നത്. കേൾക്കുന്നുണ്ടോ? നെറ്റിയിൽ അമർത്തിയിട്ടാ പറയുന്നത്. കേൾക്കുന്നുണ്ടോ? തലക്ക് കൊട്ട് കിട്ടണം. ഇത്രയും കാലം ചിന്തിച്ചൊക്കെ നിർത്ത്. ഗോട്ട് ഇറ്റ്? സോ ന്യൂ ചേഞ്ച്, ന്യൂ ഷിഫ്റ്റ്, ന്യൂ തിങ്കിങ്, എ തിങ്കിങ് ഓഫ് പോസിബിലിറ്റി. എന്തും ഏതും പോസിബിൾ ആണെന്നുള്ള ആ ഒരു തിങ്കിങ്ങിലേക്ക് നമുക്ക് വരാം. എന്തും ഏതും പോസിബിൾ ആണ്. എനിത്തിങ് ഈസ് പോസിബിൾ. ബിലീവ് ഇൻ ദ മാജിക്. അങ്ങനെ ചിന്തിച്ചവർക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ ചിന്തിച്ചവർക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുള്ളൂ. ഓക്കെ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? EFT ടാപ്പിംഗ്. EFT എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ഉള്ളിലുള്ള എന്തെങ്കിലും ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ ആ ബ്ലോക്കുകളെ കംപ്ലീറ്റ്ലി ക്ലിയർ ചെയ്ത് റിലാക്സ് ചെയ്തിട്ട് നമുക്ക് വേണ്ടത് എന്താണോ അത് കറക്റ്റായിട്ട് അച്ചീവ് ചെയ്യാൻ സഹായിക്കുന്നൊരു, അതിലേക്ക് വേണ്ടി നമ്മുടെ ബോഡി അലൈൻ ചെയ്യുന്ന, എനർജി അലൈൻ ചെയ്യുന്ന, ബോഡിയിലുള്ള ബ്ലോക്സുകൾ റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണെന്ത്? EFT എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിയണം, പഠിക്കണം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? ജസ്റ്റ് സ്ട്രൈറ്റ് ആയിട്ടിരിക്കുക. നമുക്ക് ചെറിയൊരു EFT പ്രാക്ടീസ് ചെയ്യാം. ആർ യു റെഡി? ഇഫ് യു ആർ റെഡി, ഐ വിൽ ഗിവ് യു എ ഫ്രീ EFT സെഷൻ റൈറ്റ് നൗ. ഇഫ് യു റിയലി നീഡഡ്, നിങ്ങൾക്ക് ശരിക്കും വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യും. എല്ലാവരും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും 10-60 പേരും എന്ത് ചെയ്യുക? കംപ്ലീറ്റ്ലി കമൻറ്റ് ചെയ്യും. യെസ് എന്ന് കമൻറ്റ് ചെയ്യും. ജസ്റ്റ് കമൻറ്റ് ഓൺ യെസ്. ഓക്കെ, ഐ വാണ്ട് like 100% yes. Yes, come on, do it, do it, do it, do it, do it, do it, do it. So I will give you a free EFT session which നമ്മൾ നോർമലി എന്താ പറയുക, നമ്മുടെ ഈ 23-ാം തീയതി നമ്മുടെ പ്രോഗ്രാം ഉണ്ട് അല്ലേ രഞ്ജിത്ത്? 23-ാം തീയതി അല്ലേ പ്രോഗ്രാം വരുന്നത്? അതെ അതെ. സോ 23-ാം തീയതി പ്രോഗ്രാം വരുന്നുണ്ട്, EFT പ്രോഗ്രാം. ആ EFT പ്രോഗ്രാമിൽ ശരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പങ്കെടുക്കാം. നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യൂട്ടിലൈസ് ചെയ്യാം. ഡീറ്റെയിൽ ആയിട്ട് EFT കുറിച്ച് പഠിക്കാൻ ശ്രമിക്കാം. അതിൽ പെടുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു EFT പ്രാക്ടീഷണർ, ഒരു ഹീലറെ നിങ്ങൾക്ക് നൽകും, ഒരു ട്രെയിനറെ നിങ്ങൾക്ക് നൽകും. ആ ട്രെയിനർ എന്ത് ചെയ്യും? നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എവറി ഡേ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഹീൽ ചെയ്തുകൊണ്ടേയിരിക്കും. 30 days അവരുടെ ഒരു ഹീലിംഗ് സപ്പോർട്ട് ഉണ്ടാവും. പ്ലസ് നിങ്ങൾക്ക് എന്താ വെച്ചാൽ നമ്മുടെ 12 ദിവസത്തെ കോഴ്സ് വേറെയുണ്ട് ലൈവായിട്ട്. ഞാനും നമ്മുടെ മറ്റുള്ള ട്രെയിനേഴ്സും കൂടിയിട്ട് നിങ്ങൾക്ക് സെഷൻസ് നൽകുന്നതാണ്. ഇറ്റ് വിൽ ബി എൻ മൈൻഡ് ബ്ലോയിങ് എക്സ്പീരിയൻസ്. ഒരുപാട് ആൾക്കാരുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ്. യു ക്യാൻ യൂട്ടിലൈസ് ദാറ്റ്. ബട്ട് നൗ ഐ എം ഗോയിങ് ടു ഗിവ് യു എ ഫ്രീ സെഷൻ. ഫ്രീ സെഷൻ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ എന്ത് ചെയ്യുക? ഇപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് വെച്ചാൽ എല്ലാവരും റെഡി ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ആണ്. ഓക്കെ, ഐ വാണ്ട് യുവർ കമൻറ്റ്സ്. ഇവിടെ എത്ര കമൻറ്റ്സാണ് വന്നിരിക്കുന്നത്? ഓക്കെ, യെസ് 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 യെസ്. ഓക്കെ, പോരാ, ഇത്രയൊന്നും പോരാ. ഐ വാണ്ട് എവറിബഡി ജസ്റ്റ് റൈറ്റ് ഡൗൺ, ജസ്റ്റ് കമൻറ്റ് ഡൗൺ. എനിക്കറിയാം പലരും കിച്ചണിലാണ്, ഓക്കെ, പല തിരക്കിലാണ്. ഐ അണ്ടർസ്റ്റാൻഡ്. ബട്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് അതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യും. അതവിടെ സ്റ്റോപ്പ് ചെയ്തെന്ന് വിചാരിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, പറ്റുന്നവരൊക്കെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ഐ അണ്ടർസ്റ്റാൻഡ്. ഇന്ന് തിങ്കളാഴ്ചയാണ്, സ്കൂളുകൾ ഉണ്ടാകാം, തിരക്കുകളുണ്ടാകാം. ഐ അണ്ടർസ്റ്റാൻഡ്, ടോട്ടലി ഗെറ്റ് ഇറ്റ്. പറ്റുന്നവരെല്ലാവരും കുറച്ച് നേരത്തേക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. സ്റ്റോപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറയുന്ന പോലെ ചെയ്യാം. ഓക്കെ, റെഡി? യാ, ആർ യു റെഡി? യെസ്, ലെറ്റ്സ് ബിഗിൻ. നെട്ടൽ നിവർന്നിരിക്കുക, റിലാക്സ് ആയിട്ടിരിക്കുക. ആ ദോശ ചുടുന്നൊക്കെ നിർത്തി വെക്കും ചേച്ചി, എന്നിട്ട് ഇവിടെ ഇരിക്കൂ. ഓക്കെ, കമാൻ, സിറ്റ് ഡൗൺ.
ഓക്കെ, ഓൾറൈറ്റ്. നമുക്ക് എന്ത് ചെയ്യാം? ചെയർ എടുത്തിട്ട് ഇരിക്കൂ. ഓക്കെ, റെഡി. ടാപ്പ് ചെയ്യാം. ഇപ്പം നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ ദിസ് ഈസ് കോൾഡ് കരാട്ടെ ചോപ്പ് എന്ന് പറയും, അല്ലെങ്കിൽ സെറ്റപ്പ് പോയിന്റ് എന്ന് പറയും. നമ്മുടെ പ്രോബ്ലം എന്താണോ, നമ്മുടെ ബുദ്ധിമുട്ട് എന്താണോ, പ്രയാസം എന്താണോ, അത് മനസ്സിലേക്ക് കൊണ്ടുവരിക. മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുക? ജസ്റ്റ് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക? ടാപ്പിങ്ങിന് വേണ്ടിയിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക? ജസ്റ്റ് ഇരിക്കുക, നെട്ടിൽ നിവർന്നിരിക്കുക, നെട്ടിൽ നിവർന്നിരുന്നിട്ട് എന്ത് ചെയ്യുക? റിലാക്സ് ആയിട്ട് ഇരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ജസ്റ്റ് ടാപ്പ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ടാപ്പ് ചെയ്തിട്ട് ഈ ഒരു പോയിന്റിൽ ജസ്റ്റ് മെല്ലെ ടാപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ബോഡിയിൽ എന്തെങ്കിലും ഇമോഷൻസ്, സങ്കടങ്ങളോ, വിഷമങ്ങളോ, ബുദ്ധിമുട്ടുകളോ, പ്രയാസങ്ങളോ, അസ്വസ്ഥതകളോ ഉണ്ടെങ്കിൽ അത് മനസ്സിലേക്ക് കൊണ്ടുവരും. ഓക്കെ, മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് എന്ത് വെച്ചാൽ ജസ്റ്റ് എന്ത് ചെയ്യാം? ആ ഒരു വിഷമങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. ജസ്റ്റ് കൈകൾ തമ്മിൽ എന്ത് ചെയ്യാം? ജസ്റ്റ് കൂട്ടിമുട്ടിക്കുക. ഓക്കെ, ജസ്റ്റ് ടാപ്പ് വാട്ട് ആർ ദ ഇഷ്യൂസ് ദാറ്റ് ഐ എം ഹാവിങ്. എൻ്റെ ലൈഫിൽ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൂടെ പറയുക കേട്ടോ, റിപ്പീറ്റ് ചെയ്ത് പറയാം. ഞാൻ എൻ്റെ ലൈഫിൽ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, വിഷമങ്ങൾ, സങ്കടങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അത് സാമ്പത്തികമാകാം, അത് സാമൂഹികമാകാം, അത് എൻ്റെ റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങളാവാം, എൻ്റെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളാവാം, എൻ്റെ ജീവിത പങ്കാളിയുമായിട്ടുള്ള പ്രശ്നങ്ങളാവാം, എൻ്റെ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളാവാം, എൻ്റെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളാവാം. whatever it is, just ഐ ക്യാൻ ഫീൽ ദാറ്റ്. എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. എൻ്റെ ഉള്ളിൽ ഫീൽ ചെയ്യുന്ന ആ ഒരു വിഷമം, ആ ഒരു ബുദ്ധിമുട്ട്, ഒരു പ്രയാസം നല്ല 10 ഫീൽ ചെയ്യുന്ന, നല്ല ഇൻറ്റൻസിറ്റി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പറയാം 10 ഫീൽ ചെയ്യുന്ന, 10 ഇൻറ്റൻസിറ്റിയോട് കൂടിയിട്ട് ഫീൽ ചെയ്യുന്ന, തീവ്രതയോട് കൂടിയിട്ട് ഫീൽ ചെയ്യുന്ന ഈ ഒരു ഇമോഷൻ, ഈ ഒരു ബുദ്ധിമുട്ട്, ഈ ഒരു പ്രയാസം, ഈ ഒരു സങ്കടം, എൻ്റെ ഉള്ളിൽ വല്ലാണ്ട് ഫീൽ ചെയ്യുന്ന ഈ ഒരു വിഷമം, അത് അവിടെ ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം. ഐ അക്സെപ്റ്റ് ഇറ്റ് ഈസ് ദർ. ആൻഡ് ദെൻ ഇനി മെല്ലെ ടോപ്പ് ഓഫ് ദ ടാപ്പ് ചെയ്യാം. ഈവൻ ദോ ദാറ്റ് പ്രോബ്ലം ഈസ് ദർ, ഈ ഒരു പ്രോബ്ലം എനിക്ക് അവിടെ ഉണ്ടെങ്കിൽ പോലും, ഈവൻ ദോ ഈ പ്രോബ്ലം ഈസ് ദർ, ഈവൻ ദോ ഈ പ്രോബ്ലം ഈസ് ദർ, ഈ ഒരു പ്രശ്നം എനിക്ക് അവിടെ ഉണ്ടെങ്കിൽ പോലും, ഈവൻ ദോ ദിസ് പ്രോബ്ലം ഈസ് ദർ, പ്രശ്നം എനിക്ക് അവിടെ ഉണ്ടെങ്കിൽ പോലും, ഐ ലവ് മൈസെൽഫ്, ഐ അക്സെപ്റ്റ് മൈസെൽഫ്, ഐ ഫർഗീവ് മൈസെൽഫ് കംപ്ലീറ്റ്ലി, ജെനുവൻലി, സിൻസിയർലി. സത്യസന്ധമായും അഗാധമായും ആത്മാർത്ഥമായും പരിപൂർണമായും ഞാൻ എന്നെ സ്നേഹിക്കുന്നു. ഈ ഒരു പ്രശ്നം അവിടെ ഉണ്ടെങ്കിൽ പോലും സത്യസന്ധമായും ആത്മാർത്ഥമായും അഗാധമായും പരിപൂർണമായും ഞാൻ എന്നെ സ്നേഹിക്കുന്നു. അടുത്തത് ഐബ്രോ പോയിന്റ് ടാപ്പ് ചെയ്യുക. ഞാൻ എൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്ന ഈ ഒരു വിഷമം, ഈ ഒരു വല്ലാത്ത വിഷമം, ഐബ്രോ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഐബ്രോ തുടങ്ങുന്ന അല്ലേ, അവിടെ ഞാൻ അനുഭവിക്കുന്ന ഈ ഒരു വിഷമം, ഈ ഒരു പ്രയാസം, ഈ ഒരു ബുദ്ധിമുട്ട്, ഇതെന്നെ വല്ലാണ്ട് തളർത്തി കളയുന്നു, വല്ലാണ്ട് ബുദ്ധിമുട്ടിലൂടെ കടത്തി വിടുന്നു. ഇറ്റ്സ് റിയലി പെയിനിങ്, ഇറ്റ്സ് റിയലി പെയിനിങ്, ഇറ്റ്സ് റിയലി പെയിനിങ്. സൈഡ് ഓഫ് ദ ഐസ്, ഇനി സൈഡ് ഓഫ് ദ ഐസ് കേട്ടോ, കണ്ണുകളുടെ പുരിക അവസാനിച്ചു ചെല്ലുന്ന കണ്ണുകളുടെ സൈഡിൽ ഈ ഒരു വിഷമം ഞാൻ എൻ്റെ ഉള്ളിൽ കൊണ്ട് നടക്കേണ്ടതില്ല, ആവശ്യമില്ല. എനിക്ക് ഒരുപാട് നഷ്ടം ഉണ്ടാക്കിയിട്ടുള്ള, വിഷമം ഉണ്ടാക്കിയിട്ടുള്ള, പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന, എന്നെ തളർത്തി കളയുന്ന, എനിക്ക് രോഗങ്ങൾ നൽകുന്ന, എനിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന, റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, എനിക്ക് പുറത്തു കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുന്ന, പല പ്രയാസങ്ങളിലൂടെയും കടത്തിവിടുന്ന ഈ ഒരു വിഷമം, ഈ ഒരു വല്ലാത്ത വിഷമം, ഈ ഒരു പെയിന്, ഈ ഒരു ബുദ്ധിമുട്ട്, ഈ ഒരു അസ്വസ്ഥത, അത് ഞാൻ കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. ഐ ക്യാൻ ചൂസ് ടു ലെറ്റ് ഗോ. അത് ലെറ്റ് ഗോ ചെയ്യും, ഞാനത് വിട്ടുകളയാം. അടുത്തത് അണ്ടർ ദ ഐസ്. ഇവിടെ ഒരു എല്ല് കാണാം, കണ്ണുകൾക്ക് താഴെ ഒരു എല്ല് കാണാം. ആ എല്ലിൽ ടാപ്പ് ചെയ്യാം. സോ എൻ്റെ ഉള്ളിലുള്ള ഈ ഒരു വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഞാൻ വിട്ടുകളയാൻ തീരുമാനിച്ചിരിക്കുന്നു. എൻ്റെ ശരീരത്തിൽ നിന്ന് ഞാൻ അത് വിട്ടുകളയുന്നു. ഐ ചൂസ് മൈസെൽഫ് ടു റിലീസ് ഇറ്റ്. റിലീസ് ആൻഡ് റിലാക്സ്. റിലീസ് ആൻഡ് റിലാക്സ്. ഈ ഒരു ബുദ്ധിമുട്ട്, റിലീസ് ആൻഡ് റിലാക്സ്. അണ്ടർ ദ നോസ്, മൂക്കിന് താഴെ. ഈവൻ ദോ ഐ ഹാവ് ദിസ് പ്രോബ്ലം, ഈ പ്രോബ്ലം എനിക്കുണ്ടെങ്കിൽ പോലും, ഐ ലവ് മൈസെൽഫ്, ഐ അക്സെപ്റ്റ് മൈസെൽഫ്, ഐ ഫർഗീവ് മൈസെൽഫ് കംപ്ലീറ്റ്ലി. Take a deep breath. Relax. One more. Take a deep breath. One more round. Take a deep breath and relax. Release and relax. Release and relax. Under the lips. I am healing. ഞാൻ ഹീൽ ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. എൻ്റെ ശരീരം ഹീൽ ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ശരീരത്തെ അനുവദിക്കുന്നു. ഹീൽ ചെയ്യാൻ എൻ്റെ ശരീരത്തെ അനുവദിക്കുന്നു. And I am healing. ഇനി അടുത്തത് കോളർ ബോൺ, ഈ ഒരു ഭാഗം.
I am healing. I am calm. I am relaxed. Start doing. I am healing. I am calm. I am relaxed. ഇനി അണ്ടർ ദ ആംസ്, ഈ ഒരു ചെസ്റ്റിന്റെ ഇവിടെ ഈ സൈഡിൽ വാരിയലുണ്ടാകും. ആ വാരിയൽ സൈഡിൽ ഇട്ടാ കൈകൾക്ക് താഴെ. I am calm. I am relaxed. I am calm. I am relaxed. I am calm. I am relaxed. Next, opposite side. I am calm. I am relaxed. I am calm. I am relaxed. I am calm. I am relaxed. അടുത്തത് വീണ്ടും കരാട്ടെ ചോപ്പ്. ഇനിയുണ്ട് കുറെ പോയിന്റ്സുകളുണ്ട്. ഇപ്പൊ നമ്മൾ ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ. I am calm. I am relaxed. I am calm. I am relaxed. I love myself. I accept myself. I forgive myself completely, genuinely, sincerely, deeply. I love myself. I accept myself. I forgive myself completely, genuinely, sincerely, deeply. ഈ കൈകൾ കൂട്ടി തരുന്നു. Relax. And this is EFT. ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഒരു ഒരു ചെറിയൊരു ഷിഫ്റ്റ്, എനർജി ഷിഫ്റ്റ് നടക്കും. ഒരു റൗണ്ട് ചെയ്താൽ പോരാ, 3-4 റൗണ്ടൊക്കെ ചെയ്യണം. അപ്പോഴാണ് നിങ്ങളുടെ വേദനകളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പൂർണ്ണമായിട്ടും പുറത്തേക്ക് കടക്കാൻ പറ്റും. ഇപ്പോൾ ഇത് ചെയ്തപ്പോൾ എന്താ ഫീലിംഗ് ഉള്ളത് ഒന്ന് പറയാവോ? 1-2 പേരും ഷെയർ ചെയ്യാവോ? വാട്ട് ഈസ് യുവർ ഫീലിംഗ്? ഒന്ന് പറയാവോ? വാട്ട് ഈസ് യുവർ ഫീലിംഗ്? നിങ്ങളുടെ ഫീലിങ്സ് ഷെയർ ചെയ്യും. വേദന വന്നു, സജീവ്. ഓക്കെ, എവിടെ വേദന വന്ന്? പുറം വശം. ഓക്കെ. വീട്ടിലെ മൂത്ത ആളാണോ? മൂത്ത മകനാണോ? ആണോ? ഓക്കെ, വൈഫാണെന്ന് പറഞ്ഞു. ഓക്കെ, പറഞ്ഞോളൂ. മൂത്ത മകളാണോ അല്ലെങ്കിൽ മൂത്ത മരുമകളാണോ? ഫീൽസ് ഗുഡ്, മൈൻഡ് ഫ്രീ ആയി. അതെ, മകൾ, മൂത്ത മകളാണ്, നോ ഡൗട്ട്. എന്താ കാരണം? ഫാമിലിയിൽ പല സംഗതികൾക്കും, അപ്പോൾ നിങ്ങൾ പല ആൾക്കാർക്കും വേദന വരുന്നു, ബാക്ക് പെയിൻ എടുക്കുന്നു, ബുദ്ധിമുട്ടുണ്ടാകും. ഇത് ആക്ച്വലി കാണിക്കുന്നത് എന്താ വെച്ചാൽ, ഇപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, പല ആൾക്കാർക്കും ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ, ഉത്തരവാദിത്തങ്ങളുടെ രൂപത്തിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ, മാതാപിതാക്കൾ കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെ ഉത്തരവാദിത്തം പലതും നമ്മുടെ പെരടിയിലാണെങ്കിൽ പ്രശ്നമുണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, നമ്മൾ സ്റ്റക്കായി പോയതുപോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളുണ്ടാകും. റിലേഷൻഷിപ്പിൽ പരിഗണന കിട്ടുന്നില്ല, വാലിഡേഷൻ കിട്ടുന്നില്ല, റെക്കഗ്നിഷൻ കിട്ടുന്നില്ല, സ്നേഹം കിട്ടുന്നില്ല, പ്രശ്നങ്ങളുണ്ടാകും. ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ഒരുപാട് ദേഷ്യം പിടിക്കാറുണ്ട്, പ്രശ്നങ്ങളുണ്ടാകും. ഇത് പലതും നമ്മുടെ ബോഡിയിൽ പല സംഗതി. പല ആൾക്കാർക്കും വേദന, പുറം വേദന വരുന്നു, കഴുത്തിന് വേദന വരുന്നു, തലവേദന വരുന്നു, പലതരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാവാം. അപ്പം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് പൂർണ്ണമായിട്ടും ഹീൽ ചെയ്ത് കളയണം. ഇപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അതിനെ ഇങ്ങോട്ട് കുത്തി ഇളക്കിയതാണ്. അവിടെ എങ്ങനെ ഉണ്ടായിരുന്ന ആ വേദന അത് ഇളക്കിയെടുത്തു. അപ്പോൾ ഇളക്കിയെടുത്തപ്പോൾ എന്താ സംഭവിക്കുക? വേദന ഇനി ഇളകും. കുറച്ച് നേരം ബുദ്ധിമുട്ടുണ്ടാകും, പിന്നെ അതങ്ങ് റെഡി ആയിക്കോളും, ഡോണ്ട് വറി. പക്ഷെ അത് നമ്മളിപ്പോൾ ഒരു ഹീലിങ്ങിന് വേണ്ടിയിട്ട് ഒരുങ്ങി എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെന്താ വേണ്ടതെന്ന് വെച്ചാൽ പൂർണ്ണമായിട്ട് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ മുറിവുകൾ പൂർണ്ണമായിട്ട് ഉണക്കാൻ വേണ്ടിയിട്ടും കംപ്ലീറ്റ്ലി അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ വെച്ചാൽ നമ്മുടെ പെയ്ഡ് പ്രോഗ്രാമിലേക്ക് വരിക. 23-ാം തീയതി നടക്കുന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾ വരിക. അതിന് പേയ്മെൻ്റ് അടക്കുക, ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തിട്ട് എന്താ വെച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആയിരിക്കും. നമ്മുടെ ടീം മെമ്പേഴ്സ് അതിൻ്റെ കോൺടാക്ട് നമ്പറൊക്കെ ഇവിടെ കൊടുക്കുക. രഞ്ജിത്ത് കോൺടാക്ട് നമ്പർ, മെസ്സേജുകൾ, നമ്പറുകൾ കൊടുക്കുക. നിങ്ങൾ ബന്ധപ്പെടുക, നിങ്ങളുടെ സംശയങ്ങളെല്ലാവരും ചോദിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇത് ഉപകാരപ്പെടും, എങ്ങനെ ഹീൽ ചെയ്യാൻ പറ്റും, എന്നിട്ട് എങ്ങനെ ഇത്രയും കാലത്തെ വേദനകൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളെല്ലാം നിങ്ങളുടെ ബോഡിയിൽ നിന്ന് എടുത്തു കളയാൻ പറ്റും എന്നതിനെ കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുക. യു ഹാവ് ടു ജോയിൻ. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, 8086880778. ആ നമ്പറിലേക്ക് വിളിക്കുക കേട്ടോ. വിളിച്ചിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ചോദിക്കുക. ഓക്കെ, നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്യുക.
എന്താണ് പ്രോഗ്രാം, എങ്ങനെയാണ് ചെയ്യുന്നത്, അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്. 42 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമാണ്. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ ഓരോ പ്രശ്നങ്ങൾ എന്താണ്, അതിൻ്റെ റൂട്ട് കോസ് കണ്ടെത്തിയിട്ട് കറക്റ്റായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ടാപ്പിംഗ് ഡിസൈൻ ചെയ്തിട്ട് കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് പേഴ്സണലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു തരും. നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കും. എന്നിട്ട് എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് നിങ്ങളുടെ ഓരോ പ്രശ്നങ്ങളും ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾ കംപ്ലീറ്റ്ലി ഇമോഷണലി ഫ്രീഡം നേടി നിങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ വെച്ചാൽ നമ്മളത് ഓൺലൈനിലാണ് ചെയ്യുന്നത്. ഓൺലൈനിൽ ചെയ്താൽ മതി കേട്ടോ. കണ്ണൂർ തളിപ്പറമ്പുണ്ടോ? ഇല്ല, തളിപ്പറമ്പല്ല. നമ്മൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഓൺലൈനിൽ ചെയ്യാം. ഓൺലൈനിൽ പഠിക്കുക, സെഷനിൽ ഇരിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക. അപ്പോൾ നമ്മുടെ ലൈഫിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന എന്ത് ഇഷ്യൂസ് ആണെന്നുണ്ടെങ്കിലും ഇതുപോലെ ക്ലിയർ ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നല്ല രീതിയിലേക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, പ്ലാൻ ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ എന്താണെന്നുള്ളത് വേണ്ടത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ട് നീ വർക്ക് ചെയ്യണം. ഇപ്പോൾ EFTയിൽ ഇപ്പോൾ നിങ്ങൾ ചെയ്തപ്പോൾ കുറേ ആൾക്കാർക്ക് റിലാക്സേഷൻ കിട്ടിയെന്ന് പറഞ്ഞു. അത് അവർക്ക് ട്രോമ ഇല്ലേ? ഉണ്ട്. പക്ഷെ അവർക്ക് ഇപ്പോൾ ഉള്ള അവരുടെ അസ്വസ്ഥതയിൽ നിന്ന് ഒരു ബോഡി ഒന്ന് റിലാക്സ് ആയി ഫ്രീ ആയിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളിപ്പം ഭർത്താവ് സമ്മതിക്കില്ല എന്നൊന്നും ചിന്തിക്കേണ്ട. നിങ്ങൾ എന്ത് ചെയ്തോളൂ, ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. ആ ഐഡിയ പ്രാക്ടീസ് ചെയ്തോളൂ. ഞാൻ പറഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യോ? അങ്ങനെയാണെങ്കിൽ ഒരു ഐഡിയ പറഞ്ഞുതരാം. ഇത്രയേ ഉള്ളൂ. അടുത്ത 5 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഒരു 10 മിനിറ്റ് കണ്ണടച്ചിരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു കോഴ്സിൽ നിങ്ങൾ ഇരിക്കുന്നതും കോഴ്സ് പഠിക്കുന്നതും അതിൽ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതും അതിലെല്ലാ കാര്യങ്ങളും പഠിക്കുന്നതും മാത്രം മനസ്സിൽ കണ്ടുകൊണ്ടേയിരിക്കുക. അത് ചെയ്യാവോ? ഓക്കെ. അത് സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ. 5 ദിവസം, അടുത്ത 5 ദിവസം സ്ഥിരമായിട്ട് ഒരു 3-4 തവണ ഒരു 10 മിനിറ്റ് സമയം എന്ത് ചെയ്യുക, കണ്ണടച്ചിരിക്കുക. ഒരു 5 തവണ ഒരു ദിവസം ചെയ്താൽ മതി. 5 തവണ ഒരു ദിവസം 10 മിനിറ്റ് കണ്ണടച്ചിരിക്കുക. രാവിലെ ഒരു 2 നേരം 2 പ്രാവശ്യം ചെയ്യുക. ഒരു ഉച്ചയ്ക്ക് 2 പ്രാവശ്യം ചെയ്യുക. പിന്നെ വൈകിട്ട് ഒരു പ്രാവശ്യം കൂടെ ചെയ്യുക. മനസ്സിലായോ? ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, നിങ്ങൾക്ക് അതിനുള്ള വഴി തെളിയും, കാര്യങ്ങൾ തെളിയും. നിങ്ങൾക്ക് എന്ത് ചെയ്യും, കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. എല്ലാ മാറ്റങ്ങളും ഉണ്ടാവും. ഇറ്റ്സ് എ മിറക്കിൾ പ്രാക്ടീസ്. യു ക്യാൻ ഡു ഇറ്റ്. എൻ്റെ കോൺടാക്ട് നമ്പർ തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ആക്ച്വലി എൻ്റെ കോൺടാക്ട് നമ്പർ ഇപ്പോൾ ഞാൻ പബ്ലിക്കലി പ്രൊവൈഡ് ചെയ്യാറില്ല. ഐ എം സോ സോറി. പക്ഷേ നമ്മുടെ ടീമിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾ കോഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളായിട്ട് നേരിട്ട് സംസാരിക്കാനുള്ള ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആക്കാം കേട്ടോ. അല്ലാതെ നമ്മളെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവരുമായിട്ട് സംസാരിക്കാൻ ഇപ്പോൾ സിറ്റുവേഷൻ വെച്ചിട്ട് എനിക്ക് ചില പരിമിതികളുണ്ട്. വേറെ സംസാരിക്കാൻ പ്രയാസമുള്ള ഉള്ളതുകൊണ്ടല്ല, എല്ലാവർക്കും നമ്പർ കൊടുത്തിട്ട് കാര്യമില്ല. പലരും വിളിക്കും, ഞാൻ തിരക്കിലാകും, എനിക്ക് വേറെയും കുറേ വർക്കുകളുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അത് നടന്നോളുന്നില്ല. പിന്നെ അതിൻ്റെ പേരിൽ ഞാനും നിങ്ങളും നമ്മൾ എന്ത് ചെയ്യണ്ട, വെറുതെ വഴക്കാവേണ്ട, ഉടക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തമ്മിലിപ്പോൾ നല്ല ബന്ധമുണ്ട്, അടിപൊളിയാണ്, ഓക്കെയാണ്, ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ടീമിനെ വിളിക്കുക. ഓക്കെ. ഓൾറൈറ്റ്. ജാസ്മിൻ റഫീഖ് പറയുന്നു, ഞാൻ ചെയ്തതാണ് സൂപ്പറാണ്. അനുഭവിക്കുന്ന വേദന ചെറുതല്ല. ഐ അണ്ടർസ്റ്റാൻഡ് മാം. നിങ്ങളുടെ വിഷമങ്ങൾ, സങ്കടങ്ങൾ, ബുദ്ധിമുട്ടുകൾ എനിക്ക് മനസ്സിലാവും. നമ്മുടെ ടീം മെമ്പേഴ്സ് എന്നെപ്പോലെ എന്നെക്കാട്ടിൽ ഉഷാറായിട്ട് ഇത് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരാണ്. നല്ല രീതിയിൽ കഴിവുള്ള ആൾക്കാരാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ടീം മെമ്പേഴ്സായിട്ട് സംസാരിക്കുക. അത്രയ്ക്കും വേദന ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് അതുപോലെ കേൾക്കുക. ദാറ്റ്സ് ഓൾ. എടാ, ഞാൻ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അത്രയൊക്കെ വേദന ഉള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുക. യു ഗോട്ട് ഇറ്റ്? ഞാൻ ചെറുതാക്കി കാണുകയല്ല. ഓക്കെ. ജാസ്മിൻ റഫീഖ് പറയുന്നു, ചെയ്യാത്തവർ സംശയം വേണ്ട, ജോയിൻ ചെയ്തോളൂ. യെസ്, വെരി ഗുഡ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിലേക്ക് എന്ത് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവട്ടെ, വലിയ രീതിയിലേക്കുള്ള മാറ്റങ്ങൾ ഉണ്ടാവട്ടെ, വലിയ രീതിയിലേക്കുള്ള മാറ്റം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് വീണ്ടും വരികയാണ്. നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. ഇനി ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിലേക്കോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കോ ഇത്തരത്തിലുള്ള അറിവിലേക്കോ നിങ്ങൾ എന്നാണ് ഡിസിഷൻ എടുക്കേണ്ടിയിരുന്നത്? നിങ്ങൾ 7 വർഷം മുമ്പോ 10 വർഷം മുമ്പോ എടുക്കേണ്ടിയിരുന്നു. എന്നാൽ നിങ്ങളുടെ ലൈഫ് എവിടെയോ എത്തിയാനെ. യെസ് ഓർ നോ? കോഴ്സിന്റെ ഫീ ചോദിക്കുന്നുണ്ട്. കോഴ്സിന്റെ ഫീ വരുന്നതെന്ന് വെച്ചാൽ 12,000 റുപ്പീസാണ് ഫീ വരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു ഡിസ്കൗണ്ട് ഉണ്ട്. ആ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് അവൈലബിൾ ആക്കാം. 2,000 റുപ്പീസോളം ഡിസ്കൗണ്ട് ഉണ്ട്. ഗ്രാബ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഡിസ്കൗണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഉപയോഗപ്പെടുത്തുക. ഇന്ന് സെഷൻ അറ്റൻഡ് ചെയ്ത ആൾക്കാർക്ക് എസ്പെഷ്യലി ഈ 2,000 റുപ്പീസ് ഡിസ്കൗണ്ട് അവൈലബിൾ ആണ്. ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്തിട്ട് ഇന്ന് തന്നെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഇന്ന് തന്നെ ബുക്ക് ചെയ്യണം, ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യണം ഈ ഒരു ഓഫർ അവൈലബിൾ ആവാൻ. ഡു ഇറ്റ് ടുഡേ. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അത് ഉപയോഗപ്പെടുത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. മാറ്റങ്ങൾ നമുക്ക് ആണ് ആവശ്യം. യെസ്, നമ്മുടെ ആവശ്യമായിരിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുക. നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഒരാളും വരില്ല, നമ്മൾ തന്നെ മാറ്റം വേണം. അത്യാവശ്യമായിട്ട് മാറണം. മാറുക എന്നുള്ളത് അത്യാവശ്യമായിട്ട് മാറ്റണം.
മാറുക എന്നുള്ളത്, എൻ്റെ ലൈഫ് മാറണം എന്നുള്ളത്, എൻ്റെ സിറ്റുവേഷൻസ് മാറണം എന്നുള്ളത് അത്യാവശ്യമായിട്ട് മാറണം. where there is a necessity, your life will be changed completely. നിങ്ങളുടെ ലൈഫ് എന്ത് ചെയ്യും? കംപ്ലീറ്റ്ലി അത് ചേഞ്ച് ചെയ്യും. അപ്പോൾ ഓക്കെ ആണല്ലോ? ഒരു കാര്യം മനസ്സിലാക്കുക, കുറച്ചൊക്കെ കഷ്ടപ്പെടണം, കുറച്ചൊക്കെ പ്രയാസം ഉണ്ടാകും, എന്നാലേ കാര്യങ്ങൾ വല്ലതും നടക്കുള്ളൂ. ഓക്കെ. അപ്പം ടാപ്പിങ്ങിലേക്ക് വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിക്കാൻ വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത്, ഓൾറെഡി കോഴ്സ് ചെയ്തിട്ടുള്ള ആൾക്കാരോട് അടക്കം പറയാനുള്ളത്, റിപ്പീറ്റ് ചെയ്ത് എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. പ്രാക്ടീസ് ചെയ്യാനുള്ള മനസ്സുമായിട്ട് തന്നെ വരിക. ആവർത്തിച്ച് റിപ്പീറ്റ് ചെയ്യുക. ഇന്നിപ്പോൾ പറഞ്ഞ മെത്തേഡ് പോലും ആവർത്തിച്ച് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യും. EFT is the best option for transformation. ഒന്ന് പറയാവോ അംബ്ലി മാം, വാട്ട് ഈസ് യുവർ എക്സ്പീരിയൻസ്? ഒന്ന് പറയാവോ? EFT ചെയ്ത ആളാണല്ലോ. അംബ്ലി മാം നല്ലോണം ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരാളാണ്. അറിയത്? ഒന്ന് അൺമ്യൂട്ട് ചെയ്യാവോ? സർ മോർണിംഗ് സർ. പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ബാച്ചിൽ പങ്കെടുത്ത ആളാണ് അല്ലേ? യെസ്. എന്താണ്, വാട്ട് ഈസ് യുവർ ഫീലിംഗ്, വാട്ട് ഈസ് യുവർ എക്സ്പീരിയൻസ്? പറയാനായിട്ട് വാക്കുകളില്ല. അത്രയും ഞാനൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ എന്താ പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ പല പ്രാവശ്യം എന്ത് ചെയ്യാന്ന് പോലും തോന്നിയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുമ്പോഴാണ്. എന്താണ് പല പ്രാവശ്യം ലൈഫ് എൻഡ് ചെയ്യാന്ന് പോലും തോന്നിയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഞാൻ EFTയിലേക്ക് എത്തുന്നത്. എന്തോ ഒരു ഗോഡ്സ് ഗ്രേസ് എന്ന് വേണം പറയാൻ. പക്ഷെ അവിടുന്ന് ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഒരു പീസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഒരു ഹാപ്പിനെസ് അതുപോലെ ചെയ്തു. സാറ് പറഞ്ഞു തന്ന ഓരോ കാര്യങ്ങളും അതേപോലെ ചെയ്തു. പിന്നെ എനിക്കും ഇതുപോലെ ഈ 12 days സെഷൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് ഇരിക്കാൻ പറ്റുമെന്നൊന്നും ഞാൻ വിചാരിച്ചതല്ല. കാര്യം ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ സപ്പോർട്ട് കിട്ടില്ല എന്നൊക്കെ എനിക്കറിയായിരുന്നു. പക്ഷെ ആ സമയത്ത് എനിക്ക് നജ്ല മാം ഒരു അഫർമേഷൻ പറഞ്ഞു തന്നു. അത് 21 days എഴുതാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അത് എഴുതി. ഒരു സെഷൻ പോലും ഞാൻ മുടക്കിയിട്ടില്ല. ഇപ്പോഴും എല്ലാ സെഷൻസും ഞാൻ ഒരു ഹീലിംഗ് സെഷൻസ് എല്ലാം ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട്. എല്ലാ ദിവസവും ഹീലിംഗ് ചെയ്യാറുണ്ട്. ഇപ്പം ഇന്ന് മോർണിംഗിലും ഞാൻ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഞാൻ സെഷനിൽ കയറിയത്. അങ്ങനെ എന്താ പറയുന്നത്, ഒത്തിരി ചേഞ്ചസ് ഉണ്ട്. ഇപ്പോൾ ഈവൻ എന്താ പറയുന്നത്, ഞാൻ ഉറങ്ങുന്ന സമയത്ത് പോലും എനിക്ക് പാസ്റ്റിലുണ്ടായ ട്രോമാസ് ചിലപ്പോൾ ഞാൻ കാണാറുണ്ട്. കാര്യം അതൊക്കെ ഞാൻ മറന്നിട്ടുണ്ടാവും. അതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ടാവില്ല ചെയ്യാനായിട്ട്. പക്ഷെ അപ്പോഴാണ് ഞാനിങ്ങനെ ഓർക്കുന്നത്, അയ്യോ ഇങ്ങനെ ഒരു കാര്യം എൻ്റെ ലൈഫിൽ സംഭവിച്ചതായിരുന്നല്ലോ എന്ന് ഓർക്കുന്നത്. അങ്ങനെ ഞാൻ എടുത്ത് ഹീൽ ചെയ്യാറുണ്ട്. എന്താ ഹീലിംഗ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും ഞാൻ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം. ഞാൻ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ട്രോമാസ് കംപ്ലീറ്റ് ആയിട്ട് പിന്നീട് അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് യാതൊരു ഇമോഷനും ഫീൽ ചെയ്യുന്നില്ല. പിന്നെ അമ്മയോടൊക്കെ ഉണ്ടായിരുന്ന ഒരു ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു, ഒരു പരിഭവം പോലെ ഒത്തിരി തോന്നിയിരുന്നു. അതൊക്കെ മാറിയപ്പോൾ ശരിക്കും എനിക്ക് ഞാൻ കംപ്ലീറ്റ് ആയിട്ട്, ആള് ജീവിച്ചിരിപ്പില്ലെങ്കിൽ കൂടി എനിക്ക് ശരിക്കും സ്നേഹിക്കാൻ പറ്റുന്നുണ്ട്. ആ ഒരു അമ്മയോടുള്ള ആ ഒരു ഇതൊന്നും ഇല്ല, സ്നേഹിക്കാൻ പറ്റുന്നുണ്ട് നന്നായിട്ട്. സെൽഫ് ലവ് നന്നായിട്ടുണ്ട്. ഒത്തിരി എന്താ പറയുന്നത്, ഇതിനപ്പുറം ഒന്നുമില്ല എന്ന് വേണം പറയാനായിട്ട്. EFT ആണ് അത്രയും ലൈഫിൽ അത്രയും വലിയൊരു ചേഞ്ച് ഉണ്ടാക്കി അല്ലേ? ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഇതിനു മുൻപ് ചെയ്തതല്ലേ? ഉണ്ട് സാർ, ഒത്തിരി ചെയ്തിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങളിലൂടെ കടന്നു പോയതാണ്. പക്ഷെ ഇതിൽ വന്നപ്പോൾ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് ചെയ്താൽ മാത്രമേ നമുക്ക് അനുഭവിച്ചറിയാൻ മാത്രമേ പറ്റുള്ളൂ. അത് ഒരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനൊന്നും പറ്റില്ല. അത്രയും ഞാൻ അനുഭവിക്കുന്ന ആ ഒരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് ജീവിക്കുന്നതെന്ന് വേണം എനിക്ക് പറയാനായിട്ട്. കാര്യം ഉള്ളിൽ നിന്നിട്ട് ആ ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യാൻ തുടങ്ങിയത്, മിററിൽ നോക്കാൻ തുടങ്ങിയത് ഇപ്പോഴാണ്. അങ്ങനെ ഒരുപാട് ചേഞ്ചസ്. സാഹചര്യങ്ങളൊന്നും മാറിയിട്ടില്ല. സാഹചര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ, പക്ഷെ ഞാൻ മാറി നന്നായിട്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് സാഹചര്യങ്ങളിൽ എനിക്ക് എന്ത് സംഭവിച്ചാലും എനിക്കൊരു പ്രശ്നവും ഇല്ല. അതൊന്നും എന്നെ വേദനിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ബോൾഡായി, സ്ട്രോങ് ആയി,
യെസ് യെസ് വീക്കായിരുന്നതിന് മുൻപ് നല്ലോണം സ്ട്രോങ് ആയി, കരച്ചിലും വിഷമവും സങ്കടവും ബുദ്ധിമുട്ടും ഒറ്റപ്പെടലും എല്ലാം ഉള്ളിൽ കൊണ്ട് സഹിച്ച് ദുഃഖഭാരമായിട്ട് അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമായിട്ട് പോയിരുന്ന ആളുടെ എല്ലാം റിലീസായി, ഹീലായി, അതിൽ നിന്ന് മോചിതയായി, ദുഃഖങ്ങളിൽ നിന്ന് മോചിതയായി, സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും സമാധാനത്തിന്റെയും ലോകത്തേക്ക് കടന്നു. സ്വന്തം സെൽഫ് ലവിന്റെയും സ്വന്തത്തോടുള്ള സ്നേഹത്തിന്റെയും ആ ഒരു വല്ലാത്തൊരു അനുഭൂതിയിലാണ് ഇപ്പോൾ ഉള്ളത്. Am I right? യെസ് സാർ, തീർച്ചയായിട്ടും 100%. ഒന്ന് സോ ആലോചിച്ച് നോക്കൂ, ഒരാൾ സോ പറയുകയാണെന്ന് ഗ്രേറ്റ്ഫുൾ, വെച്ചാൽ പറഞ്ഞോളൂ. സോ ഗ്രേറ്റ്ഫുൾ. സാറിന്റെ സെഷൻസ് ശരിക്കും പറഞ്ഞാൽ അത് എന്താ പറയുന്നത്, ആ സെഷൻ അറ്റൻഡ് ചെയ്താൽ തന്നെ ഹീലിംഗ് നടക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും ഉം. നല്ല ഒരു ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള സെഷൻസും അത്രയും നോളജുമാണ് സാർ തരാറ്. അമ്പിളി മാം എന്നെ പേഴ്സണലി മെസ്സേജ് അയക്കുകയും കാര്യങ്ങളൊക്കെ എന്നോട് ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ സജസ്റ്റ് ചെയ്തതാണ് യു ഹാവ് ടു ഡു. അപ്പോൾ ഹീലിംഗ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും അമ്പിളി മാമിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സെൽഫ് ലവ് തീരെ ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ അതെല്ലാം പരിഹരിച്ചു, നല്ല രീതിയിലേക്ക് ഹീൽ ചെയ്ത് തിരിച്ചു വന്ന ഒരാളാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, പ്രതീക്ഷയറ്റ് നിൽക്കുന്ന ഒരു പോയിന്റിൽ നിന്ന് തിരിച്ചു പിടിക്കാനുള്ള ഏറ്റവും നല്ലൊരു പിടിവള്ളിയാണിത് EFT എന്ന് പറയുന്നത്. അതേപോലെ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണ് ഫൈറൂസ. ഫൈറൂസ, ആർ യു ദേർ? And we have Jasmine Rafiq. She has also done it. Yeah, Jasmine. Anybody? നിങ്ങൾക്ക് എന്ത് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം? What was your feeling? What was your experience? ഒരുപാട് പേര് ഇതെന്താ വെച്ചാൽ ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യപ്പെടുന്നവരുണ്ട്, ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നവരുണ്ട്. അവർക്കൊരു ഇൻസ്പിറേഷൻ ആകും, അവർക്കൊരു മോട്ടിവേഷൻ ആകും, അവർക്കൊരു നെക്സ്റ്റ് ലെവൽ എക്സ്പീരിയൻസ് ആകും. ആർക്കെങ്കിലും എനിബഡി ഹു വാണ്ട്സ് ടു ഷെയർ? ഓൾ റൈറ്റ്. അപ്പം ഷെയർ ചെയ്യാൻ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ഐ തിങ്ക് റീഗൻ ഹാസ് ഡൺ ഇറ്റ്. യാ. അപ്പൊ എനിവേ, താങ്ക് യു സോ മച്ച്. ഇന്നിവിടെ ഈ ഒരു സെഷന് ജോയിൻ ചെയ്തിട്ടുള്ള സർ, എല്ലാവരെയും പറഞ്ഞോളൂ ഫൈറൂസ, പറഞ്ഞോളൂ. ഇതില് ജോയിൻ ചെയ്തപ്പോഴാണ് മനസ്സിലായത് സമാധാനം എന്താണെന്ന്. യാ. പിന്നെ ഒരുപാട് നല്ല മാറ്റങ്ങളുണ്ട്. പിന്നെ മക്കളോടുള്ള ദേഷ്യം കുറഞ്ഞു, എന്റെ മൈഗ്രെയിൻ സുഖപ്പെട്ടു, അൽഹംദുലില്ലാഹ്. മൈഗ്രെയിൻ എത്ര കാലമായിട്ടുണ്ടായിരുന്നു? ഞാൻ 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ മുതലുണ്ട്. അത് മാറി? അത് മാറി, അൽഹംദുലില്ലാഹ്. എനിക്ക് തന്നെ കംപ്ലീറ്റ്ലി മാറി? അത്ഭുതം. വാട്ട് ക്യാൻ ഹാപ്പൻ ബെറ്റർ ദാൻ ദിസ്? വാട്ട് ക്യാൻ ഹാപ്പൻ ബെറ്റർ ദാൻ ദിസ്? ഇങ്ങനെ അടിപൊളി. നടക്കാൻ ഇറങ്ങിയതാ, കിടക്കുന്നു. നടക്കാൻ ഇറങ്ങിയത്. ഓക്കെ, ഐ അണ്ടർസ്റ്റാൻഡ്. അപ്പൊ ലൈഫ് തിരിച്ചു പിടിച്ചു. യെസ്. അപ്പൊ ഇവിടെയുള്ള മൈഗ്രെയിൻ ഒക്കെ ഉള്ള ആൾക്കാരോട് എന്താ പറയാനുള്ളത്? മൈഗ്രെയിൻ ഉള്ള കുറേ ആൾക്കാരുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ, അവരോട് എന്താ ഞാൻ പറയാനുള്ളത്? ഒരുപാട് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്, ഹോമിയോ, അലോപ്പതി, ഇതിലൊക്കെ. അതുപോലെ തന്നെ എനിക്ക് സ്മെല്ല് അങ്ങനെ കിട്ടിയിരുന്നില്ല, അലർജിയുടെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇപ്പോ എനിക്ക് സ്മെല്ല് എനിക്ക് കിട്ടുന്നുണ്ട്. അതന്നെ എന്റെ ഒരു ഏറ്റവും വലിയൊരു ഭാഗ്യാണ് ഞാൻ. ഓക്കെ. താങ്ക് യു. പിന്നെ മൈഗ്രെയിൻ ഉള്ളവരോട് എന്താ പറയാനുള്ളത്? മൈഗ്രെയിൻ പല ട്രീറ്റ്മെന്റും ചെയ്തു. തീർച്ചയായിട്ടും എന്താണെങ്കിലും ഇതിൽ ജോയിൻ ചെയ്യണം. ഇതിലെ റിസൾട്ട് ഉറപ്പാണ്. അതാണ് എന്റെ ഏറ്റവും മെയിൻ ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് ഞാൻ വന്നത്. ഈ ഒരു മൈഗ്രെയിൻ എനിക്ക് സുഖപ്പെടണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലായിരുന്നു. പിന്നെ ബാക്കിയുള്ളതും ചുറ്റുപാടിലും മാറി. മാറി, പൂർണ്ണമായിട്ട് മാറി. എനിക്ക് ഒരു മാസത്തിൽ 3 പ്രാവശ്യമെങ്കിലും ഞാൻ ഡൗൺ ആയിട്ട്, ഒരു ദിവസം എനിക്ക് 24 hours എന്തായാലും മൈഗ്രെയിൻ വന്നാൽ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പൊ എനിക്ക് ആ മൈഗ്രെയിൻ്റെ ആ ഒരു ഇതന്നെയല്ല, എല്ലാ ലിമിറ്റിംഗ് ബിലീഫും ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞുകൊണ്ട് എനിക്കിപ്പോ വെയില് പ്രശ്നമില്ല, പിന്നെ ഫസ്റ്റ് നോമ്പെടുത്ത പ്രശ്നമില്ല. അതൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? അതുണ്ടായിരുന്നു. ഫസ്റ്റത്തെ നോമ്പിന്റെ അന്ന് ഒന്നും കഴിക്കാനോ ഒന്നും പറ്റില്ല, അങ്ങനെ ഉച്ചയായ തുടങ്ങും, അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ സുന്നത്ത് നോമ്പ് എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പൊ ഒക്കെ റെഡിയായി, അൽഹംദുലില്ലാഹ്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ മൈഗ്രെയിൻ ഉണ്ടായിട്ട് ഇപ്പൊ എത്ര കാലമായി? ഇപ്പൊ ഒരു 1.5 മാസമായിട്ട് തീരെ വന്നിട്ടേ ഇല്ല. 1.5 മാസമായിട്ട് തീരെ ഇല്ല. വെരി ഗുഡ്. ഐ ആം റിയലി ഹാപ്പി ഫോർ മാസത്തില് യു. 3 തവണയെങ്കിലും എന്താണെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യും ഈ ഒരു മൈഗ്രെയിൻ. എനിക്ക് പേടിയാണ്, ഇങ്ങനെ വെയിലത്ത് പോകുമ്പോഴൊക്കെ ഇത് വരുമോ എന്നുള്ളൊരു ടെൻഷന്റെ. ഇപ്പൊ ആരായിരുന്നു നിങ്ങളുടെ മെന്റർ? ആരായിരുന്നു? എന്റെ മെന്റർ ഫെബിന മാം. Very good. Febina, really you have done a fantastic job, and this is your
course client is giving wonderful feedback. I'm really happy. Feruza, this അതുപോലെ is എനിക്ക് really ഇത് example. തണുപ്പ് ഭയങ്കര പറ്റിയിരുന്നില്ല. അതായത് അലർജി ആയതുകൊണ്ട് ഇപ്പൊ ഞാൻ ഏത് തണുപ്പിനും നടക്കാൻ ഇറങ്ങിയാലും ഒന്നും എനിക്കൊരു തുമ്മലോ ഒന്നും പ്രശ്നമേ ഇല്ല. പ്രശ്നമില്ല. ഉം. ശരിക്കും പറയാം, നിങ്ങൾ എന്താ ഉം. വെച്ചാൽ, അതായത് അലർജി എന്ന് പറയുന്ന എന്ത് അലർജി ഉണ്ടെങ്കിലും, ഏത് അലർജി ഉണ്ടെങ്കിലും, നമ്മളുടെ പലപ്പോഴും എന്താ വെച്ചാൽ നമ്മുടെ അസുഖങ്ങളെല്ലാം പല കാര്യങ്ങളും എന്ന് വെച്ചാൽ സൈക്കോസൊമാറ്റിക് ആണ്. സൈക്കോസൊമാറ്റിക് ആയിട്ടുള്ള എല്ലാ അസുഖങ്ങളും നമ്മളുടെ ഈ പറഞ്ഞിരിക്കുന്ന EFT എന്ന് പറയുന്ന ടാപ്പിംഗ് ഉപയോഗിച്ചുകൊണ്ട് മാറ്റാൻ സാധിക്കും. അപ്പൊ അത് നിങ്ങൾ എന്താ വെച്ചാൽ, നിങ്ങൾ ഈ പറഞ്ഞല്ലോ മൈഗ്രെയിൻ അങ്ങനെയുള്ള സംഗതികളൊക്കെ പ്യുവർലി അത്തരത്തിലുള്ള സംഗതികളുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ എന്തെങ്കിലും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ ഉള്ളിൽ ഇപ്പൊ പറഞ്ഞ പോലെ വെയിൽ കൊണ്ടാൽ വരും, അല്ലെങ്കിൽ എന്താ പറയുക നോമ്പ് നോറ്റാൽ വരും, അല്ലെങ്കിൽ എന്താ പറയുക ഇങ്ങനെ തണുപ്പ് തട്ടിയാൽ ജലദോഷം പിടിക്കും, അതായത് ഇങ്ങനെയുള്ള ഉറക്കം കിട്ടിയില്ലെങ്കിലും വരും. അങ്ങനെ ആയിരുന്നു. പിന്നെ ഇതിൽ വന്നതിന് അങ്ങനെയുള്ള ശേഷം ഉറക്കമില്ലാത്ത പ്രശ്നമേ ഇല്ല. അതെ അതെ, ഈ EFT വന്നതിന് ശേഷം നന്നായിട്ട് ഉറങ്ങുന്നുണ്ട്. അതെ, അതെ, അൽഹംദുലില്ലാ, സുഖമായിട്ടുള്ളൊരു ഉറക്കം അതായത് കിട്ടി. അതാണ് അതെ, ഫസ്റ്റ് കിട്ടിയത്. അത് എന്താ വെച്ചാൽ ഇതിനൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ നെർവസ് സിസ്റ്റം കാമാവുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ടാപ്പിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ നാഡീവ്യൂഹം, കാരണം ഇത് മർമ്മമാണ്, ഓരോ നാഡീവ്യൂഹത്തിൽ നാഡീഞരമ്പുകളുടെ അഗ്രഭാഗമാണ് ഈ പോയിന്റ്, ചെന്ന് അവസാനിക്കുന്ന അഗ്രഭാഗമാണ് നെർവ് എൻഡിങ്സ് എന്ന് പറയും. ഇതൊരു പോയിന്റ് ഇതേപോലെ നമ്മൾ ടാപ്പ് ചെയ്ത ഓരോ പോയിന്റ്സുകളും നെർവ് എൻഡിങ്സുകളാണ്. ഈ നെർവ് എൻഡിങ്സുകൾ ടാപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിന്റെ ടാപ്പിംഗ് വൈബ്രേഷനിൽ നമ്മളുടെ നെർവസ് സിസ്റ്റം കാമാകും. എപ്പോഴും നെർവസ് സിസ്റ്റം ട്രോമ ഹീൽ ചെയ്യപ്പെടാതെ ട്രോമയും പാറ്റേൺസും ഇൻസെക്യൂരിറ്റീസും ഉള്ള നെഗറ്റീവ് ചാർജോട് കൂടി നമ്മുടെ ഉള്ളിൽ കയറിയിട്ടുള്ള ബിലീഫുകളും ഇമോഷൻസും നെഗറ്റീവായിട്ടുള്ള ട്രോമാസും സംഗതികളും മൂലമുണ്ടായിട്ടുള്ള കാര്യങ്ങളെല്ലാം, അതിന്റെ മെമ്മറീസ് എല്ലാം അവിടെ കിടക്കുന്നു. അതെപ്പോഴും നമ്മളുടെ നെർവസ് സിസ്റ്റത്തെ ഇങ്ങനെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും, ഉള്ളിൽ കിടന്നിട്ട് ഇങ്ങനെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡ് ഇങ്ങനെ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കും ചെറിയ ചെറിയ കാര്യങ്ങൾ ചില സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ. അപ്പൊ ഇത് ഈ ട്രിഗറിങ് 24/7 ഇങ്ങനെ ഹീൽ ചെയ്യപ്പെടാതെ നമ്മുടെ ഉള്ളിൽ ട്രോമാസും അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള മെമ്മറീസും ഇമോഷൻസും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ട്രിഗർ ചെയ്യുന്നതിനനുസരിച്ച് എന്താ വെച്ചാൽ നമ്മുടെ ബോഡി അല്ലെങ്കിൽ നമ്മുടെ നെർവസ് സിസ്റ്റം നാഡീവ്യൂഹം എപ്പോഴും എന്താണ്, ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിലാണ്, എപ്പോഴും ഒരു പേടിച്ചിട്ട് ഭയപ്പെട്ട് അസ്വസ്ഥമായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അവിടെയാണ് നമ്മളൊരു സമാധാനിപ്പിക്കുന്നതിന്റെ ഒരു 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 എന്താ പറയാ ആശ്വാസത്തിന്റെ ഒരു കൊട്ടുകൊട്ടല്, അല്ലെങ്കിൽ ജസ്റ്റ് എന്തേമല്ല നമ്മൾ എന്ത് ചെയ്യുന്നു, സമാധാനിപ്പിക്കുന്നു. ഇറ്റ്സ് ഓക്കെ. കുഞ്ഞു കുട്ടിയെ തോളത്ത് വെച്ചിട്ട് കൊട്ടുന്നത് പോലെ കൊട്ടുമ്പോൾ ചെയ്യുന്നതും ഈ പറഞ്ഞിരിക്കുന്ന നാഡീവ്യൂഹത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള നെട്ടല് പുറം ഭാഗം, ആ ഭാഗങ്ങളിലാണ് കൊട്ടുന്നത്. അപ്പോൾ കുട്ടി സമാധാനിക്കുന്നത് പോലെ നമ്മുടെ ശരീരത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് പുറത്ത് കൊട്ടാൻ കഴിയില്ല, അതിന് പകരം ഈ നെർവ് എൻഡിങ്സിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ നമ്മുടെ നെർവസ് സിസ്റ്റം കാമായി സേഫ്റ്റി ഫീൽ ചെയ്യുന്നു. സേഫ്റ്റി ഫീൽ ചെയ്യുന്നിടത്ത് പിന്നീട് ഈ നെർവസ് സിസ്റ്റം കാമായി കഴിഞ്ഞാൽ, സേഫ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോഡിയിൽ കോർട്ടിസോൾ എന്ന് പറയുന്ന സംഗതി ഉൽപ്പാദിപ്പിക്കപ്പെടില്ല. സ്ട്രെസ് ഹോർമോണാണ്. ഈ സ്ട്രെസ് ഹോർമോൺ കൂടുതൽ ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മെറ്റാബോളിസം വീക്കായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, അസുഖങ്ങളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും, ബുദ്ധിമുട്ടുകളുണ്ടാകും. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള കുറെ മെമ്മറീസിന്റെ സംഗതികളുണ്ട്. ആ സംഗതികൾ എന്ത് ചെയ്യും, ഈ ടാപ്പ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ കൊടുക്കുന്ന ചില കമാൻഡുകളിലൂടെ അതിനെ റീവയർ ചെയ്യാനും ബ്രേക്ക് ചെയ്യാനും, കംപ്ലീറ്റ്ലി ബ്രേക്ക് ചെയ്തിട്ട് പോകാനും പറ്റും. അതാണ് ഇവിടെ ഫൈറൂസ ഷെയർ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ്. അവരുടെ വെയിൽ കൊണ്ടാൽ, അല്ലെങ്കിൽ സംഗതികൾ എന്താ പറയുക, ഉറങ്ങിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഇത് ട്രിഗർ ചെയ്യും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം, ആ ബിലീഫ്, അല്ലെങ്കിൽ അത് ഈ ഈ ഒരു എന്താ പറയുക മൈഗ്രെയിൻ ഉണ്ടാകും എന്നുള്ള ആ ഒരു വിശ്വാസം, ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൊക്കെ മൈഗ്രെയിൻ ഉണ്ടാകും എന്നുള്ള വിശ്വാസം എടുത്ത് സ്പെസിഫിക്കലി അത് ബ്രേക്ക് ചെയ്തു. അതൊരു ബിലീഫാണ്. അത് സെല്ലുലാർ മെമ്മറിയിൽ കിടക്കുന്ന ഒരു പാറ്റേണിന് കാരണമായിട്ടുള്ള ബിലീഫാണ്. ആ ബിലീഫിനെ ബ്രേക്ക് ചെയ്തതോടുകൂടി അവരുടെ അസുഖം മാറി. എൻ്റെ 20 വർഷത്തോളമായിട്ടുണ്ടായിരുന്ന അസിഡിറ്റി പ്രശ്നം, ഗ്യാസിന്റെ പ്രശ്നം, എനിക്ക് ഇതേപോലെ ബിലീഫ് കണ്ടെത്തി അത് ഞാൻ ബ്രേക്ക് ചെയ്തപ്പോൾ ലിമിറ്റ് ബിലീഫിൽ ബ്രേക്ക് ചെയ്തിട്ട് അവിടെ സേഫ്റ്റിയുള്ള ബിലീഫ് കൊടുത്തു. അവിടെ പുതിയ ബിലീഫിനെ എന്താ പറയുക പ്രോഗ്രാം ചെയ്തിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്തു, റീക്രിയേറ്റ് ചെയ്തു. പുതിയ ബിലീഫ് റീക്രിയേറ്റ് ചെയ്തോട് കൂടിയിട്ട് ആ തോട്ട് ബിലീഫും ആ അവയർനെസ്സിൽ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ കാമാണ്, പീസ്ഫുൾ ആണ്, ഞാൻ സേഫ് ആണ്, ഞാൻ കാമാണ്, ഞാൻ പീസ്ഫുൾ ആണ്, ഞാൻ പ്രൊട്ടക്റ്റഡ് ആണ് എന്നുള്ള ബിലീഫുകൾ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യും, ഈ റീപ്രോഗ്രാമിംഗ് നടക്കുന്നു. കംപ്ലീറ്റ്ലി EFT എന്ത് ചെയ്യുന്നു, റീവയറിംഗ് ചെയ്തിട്ട് നമ്മുടെ ലൈഫിൽ വലിയ രീതിയിലേക്കുള്ള ഷിഫ്റ്റ് സംഭവിക്കുന്നു. ഇത് നമ്മളുടെ എനർജിയെ ഷിഫ്റ്റ് ചെയ്യുന്നു. ഈ എനർജി നമ്മളിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ നല്ല ഹയർ ലെവലിലുള്ള സേഫ്റ്റി, ലവ്, ഗ്രാറ്റിറ്റ്യൂഡ്, ഫോർഗിവ്നെസ്, ഇങ്ങനെയുള്ള നല്ല രീതിയിലുള്ള ഒരു 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 എന്താ പറയുക അലവൻസ്, അല്ലെങ്കിൽ നമ്മുടെ സമർപ്പണ ബോധം, നല്ല രീതിയിലേക്ക് വില്ലിങ്നെസ്, ലവ്, അൺകണ്ടീഷണൽ ലവ്, പീസ്, ജോയ് എന്നുള്ള രീതിയിലുള്ള
ഹയർ ലെവലുള്ള ഫ്രീക്വൻസീസ് നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും അത് പുറത്തേക്ക് എമിറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മളിലേക്ക് എന്ത് ചെയ്യും, നല്ല അതിനോട് മാച്ചാവുന്ന തരത്തിലുള്ള നല്ല അബണ്ടൻസും നല്ല നന്മയും നല്ല സ്നേഹവും നല്ല വ്യക്തികളും നല്ല ആൾക്കാരും നല്ല സപ്പോർട്ടും ഇതെല്ലാം നമ്മളിലേക്ക് വന്നു ചേരുകയും അങ്ങനെ വന്നു ചേർന്ന് നമ്മളുടെ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആയി നല്ല രീതിയിലേക്കുള്ള ഷിഫ്റ്റ് സംഭവിക്കും. നല്ല വ്യക്തികൾ വരും, നല്ല അവസരങ്ങൾ വരും, നല്ല സമ്പത്ത് വരും, നല്ല അറിവ് വരും, നല്ല ജോലി വരും, നല്ല വരുമാനം വരും, നല്ല ബിസിനസ് വരും. ആൻഡ് ഇറ്റ് ചേഞ്ചസ് യുവർ ലൈഫ് ലൈക്ക് എനിത്തിങ് കംപ്ലീറ്റ്ലി. ആൻഡ് ദിസ് ഈസ് വാട്ട് ഇസ് ഹാപ്പനിങ്. നിങ്ങളുടെ നെർവസ് സിസ്റ്റം കാം അല്ലാന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് എപ്പോഴും വർദ്ധിച്ചു വന്നുകൊണ്ടേയിരിക്കും. ആ പാറ്റേൺ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിനിടയിൽ എന്ത് ചെയ്യും, നിങ്ങളുടെ ബോഡിയിൽ എന്ത് ചെയ്യും, നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് സംഭവിച്ചുകൊണ്ടിരിക്കും. നെഗറ്റീവ് ഇമോഷൻസ് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ എനർജി ഫ്രീക്വൻസി പുറത്തേക്ക് പോകും. അതിനോട് മാച്ച് ആവുന്ന ലോ ഫ്രീക്വൻസി എനർജിയാണത്. ആ ലോ ഫ്രീക്വൻസി എനർജിക്ക് മാച്ച് ആവുന്ന എല്ലാ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അസുഖങ്ങളും പ്രയാസങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കും. യു അട്രാക്ട് മോർ ഓഫ് ദാറ്റ്. റോങ് പീപ്പിൾ വരും, റോങ് ചതിക്കുന്ന ആൾക്കാർ വരും, വഞ്ചിക്കുന്ന ആൾക്കാർ വരും, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആൾക്കാർ വരും. ബിക്കോസ് യു ക്യാരി ദാറ്റ്. സോ ഹീൽ എവറിത്തിങ്, ക്ലിയർ എവറിത്തിങ് ആൻഡ് കം ആൻഡ് ചേഞ്ച് യുവർ ലൈഫ് കംപ്ലീറ്റ്ലി. നിങ്ങളുടെ എന്താ പറയുക, വൈബ്രേഷൻ ഹയർ ഫ്രീക്വൻസി വൈബ്രേഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അതിന് ഏറ്റവും നല്ല ടൂളാണ് EFT എന്ന് പറയുന്ന ടൂള്. ആ ടൂൾ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ നിലവിലുള്ള സ്ക്രിപ്റ്റുകൾ ബ്രേക്ക് ചെയ്തെടുത്ത് കളയാൻ, നിങ്ങളുടെ നിലവിലുള്ള ഇമോഷൻസ് അൺപ്രോസസ് ചെയ്ത് കിടക്കുന്ന ബ്ലോക്കായി കിടക്കുന്ന ഇമോഷൻസിന് പുറത്ത് കളയാം, ബ്ലോക്കായി കിടക്കുന്ന എനർജിയെ നമുക്ക് റിലീസ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ബോഡിയിൽ നല്ലൊരു അലൈൻമെൻറ്റും പ്യുവർ എനർജി, ലവ് എനർജി, ബ്യൂട്ടിഫുൾ പീസ് എനർജി, കാം എനർജി നമുക്ക് എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്യാം. അത് നമ്മുടെ ലൈഫിലേക്ക് എന്ത് ചെയ്യും, അബണ്ടൻസും ഹാപ്പിനെസ്സും വെൽത്തും ഓപ്പർച്യൂണിറ്റീസും എല്ലാം കൊണ്ടുതരും. ആൻഡ് ദിസ് ഈസ് ദ സീക്രട്ട്, ദിസ് ഈസ് ദ വേ. You do it, it will guide you one by one. It will change your life like anything. Anyway, ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കാൻ പോവാണ്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഇറ്റ് വാസ് എ വണ്ടർഫുൾ സെഷൻ. ഐ ഹോപ്പ് ഇറ്റ് വാസ് എ വണ്ടർഫുൾ സെഷൻ. ഐ ഹോപ്പ് ഇറ്റ് വാസ് എ വേക്കപ്പ് കോൾ. ഇതൊരു വേക്കപ്പ് കോൾ ആയിരുന്നു. തിരിച്ചറിയുക. നേരത്തെ പറഞ്ഞ പോലെ ഇയാളോടാ പറയാനുള്ളത്, നോ വൺ ഈസ് ഗോയിങ് ടു കം. ഒരാളും വരാൻ പോകുന്നില്ല. ഇവിടെ കേൾക്ക്, നമ്മൾ ചെയ്യണം, ഞാൻ ചെയ്യണം. യെസ് പറ, ഞാൻ ചെയ്യണം, ഞാൻ തന്നെ തീരുമാനം എടുക്കണം. പറ, റിപ്പീറ്റ് ആഫ്റ്റർ മീ. ഞാൻ തന്നെ തീരുമാനമെടുക്കണം, ഞാൻ തന്നെ വിചാരിക്കണം, ഞാൻ തന്നെ കാര്യങ്ങൾ ചെയ്യണം, ഞാൻ തന്നെ പഠിക്കണം, ഞാൻ കോഴ്സിന് ജോയിൻ ചെയ്യണം, ഞാൻ പഠിക്കണം, ഞാൻ പ്രാക്ടീസ് ചെയ്യണം, ഞാൻ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടി വന്നേക്കാം. ദാറ്റ്സ് ഓക്കെ, ഇറ്റ് ഡസൻറ്റ് മാറ്റർ. അത് പ്രശ്നമല്ല. അതിനുള്ള വഴികൾ ഉണ്ടാകും. ഞാൻ തന്നെ പോകും, ഞാൻ തന്നെ ചെയ്യും. കണ്ണടക്കി ക്ലോസ് യുവർ ഐസ്, ക്ലോസ് യുവർ ഐസ്. കണ്ണടച്ചിട്ട് ഞാൻ പറയുന്ന വാക്കുകൾ മനസ്സിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ എൻ്റെ ലൈഫിൽ കംപ്ലീറ്റ്ലി എൻ്റെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ആരോഗ്യം, നല്ല സമ്പത്ത്, നല്ല അറിവുകൾ, നല്ല വ്യക്തികൾ, നല്ല അവസരങ്ങൾ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ലൈഫ് ഞാൻ ചേഞ്ച് ചെയ്യണം. വേറെ ഒരാളും ചേഞ്ച് ചെയ്യില്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ പഠിക്കണം. എത്ര വേണമെങ്കിലും ഞാൻ പഠിക്കാം, എത്ര വേണമെങ്കിലും സമയം മാറ്റിവെക്കാം, എത്ര വേണമെങ്കിലും ഞാൻ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ വേണ്ട രീതിയിൽ പഠിക്കാം. അതിന് വേണ്ട കോഴ്സ് എന്താണ് ഞാൻ ചെയ്യാം. സ്കൈലർ എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോം എൻ്റെ കൂടെയുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. ഇവിടുത്തെ മെൻറ്റേഴ്സ് എൻ്റെ കൂടെയുണ്ട്, ടീം എൻ്റെ കൂടെയുണ്ട്, എല്ലാവരും എൻ്റെ കൂടെയുണ്ട്. സോ ഞാൻ ഇവിടെ സേഫാണ്. ഞാൻ പഠിച്ച് കാര്യങ്ങൾ ചെയ്ത് ഞാൻ EFTയുടെ ബേസിക് കോഴ്സ് പഠിച്ച് എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്താൽ മതി. ഇറ്റ് വിൽ ചേഞ്ച് മൈ ലൈഫ് എൻറ്റയർലി കംപ്ലീറ്റ്ലി. സോ അതിനുവേണ്ടി ഞാൻ എന്നെ സമർപ്പിക്കുന്നു. എങ്ങനെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ എനിക്ക് കൺസേൺ ഉണ്ട്. അതിനുള്ള പണമുണ്ടോ, അങ്ങനെയുള്ള പല ചിന്തകളും കാര്യങ്ങളും കൺസേൺസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും അതിനെല്ലാം ഞാൻ എന്ത് ചെയ്യുന്നു, മാറ്റിവെക്കുന്നു. അതൊന്നും ഞാനിപ്പോൾ വറീഡ് ആവേണ്ട ആവശ്യമില്ല. ഞാൻ ആ പങ്കെടുക്കുന്നതിനെ കുറിച്ച് മാത്രം ഞാൻ ചിന്തിക്കാം. അതിൽ ഞാൻ പങ്കെടുക്കുന്ന ആ ഒരു വിഷ്വൽ എനിക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. കണ്ണടച്ച് മനസ്സിൽ ശരിക്കും കാണുക. എനിക്കിപ്പോൾ അത് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ആ ഒരു കോഴ്സിൽ പങ്കെടുക്കുന്നു, പേയ്മെൻറ്റ് അടച്ചു, കാര്യങ്ങൾ ചെയ്തു. എവിടുന്ന് എങ്ങനെയെന്നുള്ളതൊന്നും എനിക്കറിയില്ല. എല്ലാം നടന്നു, എല്ലാം നല്ല രീതിയിൽ നടന്നു. ഞാൻ അതിൽ ജോയിൻ ചെയ്തു, പഠിച്ചു, അത് വെച്ച് പ്രാക്ടീസ് ചെയ്യുന്നു. എൻ്റെ അസുഖങ്ങൾ, എൻ്റെ ബുദ്ധിമുട്ടുകൾ, എൻ്റെ സൈക്കോസൊമാറ്റിക് ഡിസീസ്, എൻ്റെ പ്രയാസങ്ങളെല്ലാം മാറി, എൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം മാറി, എൻ്റെ ലൈഫ് ചേഞ്ച് ആയി നല്ല രീതിയിലേക്ക് മാറിയിരിക്കുന്നു. ഐ ആം സേഫ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. നിങ്ങൾ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തി, ഒരുപാട് ഉയർച്ചകളിലേക്ക് എത്തി, ഒരുപാട് സാമ്പത്തികമായിട്ട് ഉയർന്നു. നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ വൻ വിജയമുണ്ടായി, വലിയ മാറ്റങ്ങളുണ്ടായി, വലിയ രീതിയിലേക്കുള്ള ഷിഫ്റ്റ് ഉണ്ടായി. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നങ്ങളില്ല. അവിടെ നിന്ന് നിങ്ങളിപ്പോൾ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു ചിരി വരുന്നു. എന്തൊക്കെ പ്രശ്നങ്ങളാണ് എനിക്കുണ്ടായിരുന്നത്. Now everything is good. Now I am a totally transformed person. ഞാൻ പുതിയൊരു വ്യക്തിയായി മാറിക്കഴിഞ്ഞു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു ഗോഡ്. ദൈവത്തിന് നന്ദി പറയാം. നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള, ഹീൽ ചെയ്തിട്ടുള്ള ഗുരുനാഥന്മാർക്ക് നന്ദി പറയുക. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. പതിയെ കൈകൾ കൂട്ടി തിരുമുക, തിരിച്ചു വരിക, റിലാക്സ് ചെയ്ത് തിരിച്ചു വരിക.
All right. You will be there and will change your life. And this is a sign. ഈ പ്രോഗ്രാം ഇതൊരു അടയാളമാണ്. ഞാൻ ഇങ്ങനെ സംസാരിക്കാൻ ഒരു കാരണമുണ്ടാവും. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്, ഇയാൾക്ക് വേണ്ടി മാത്രമാണ്. നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാനുള്ള അടയാളമാണ്. സ്വിച്ച് യുവർ ഹാൻഡ്സ്, ടേക്ക് ദ ഡിസിഷൻ. ഓക്കെ, എടാ പറഞ്ഞതുപോലെ നല്ല രീതിയിലേക്ക് മാറട്ടെ. റേഗൻ പറയുന്നു, ഓക്കെ, ഐ ഹാഡ് അറ്റൻഡഡ് ടു അവോയ്ഡ് പ്രൊക്രാസ്റ്റിനേഷൻ. വെരി ഗുഡ്, വണ്ടർഫുൾ സെഷൻ. EFT ക്ലാസ്സിലേക്ക് എന്തായാലും വരും റേഗൻ. ഓക്കെ, പറഞ്ഞതുപോലെ താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു. മനസ്സിൽ കാണുക, ലൈഫ് ചേഞ്ച് ചെയ്യുന്നത് കേട്ടോ, നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോട്ടെ. ഓക്കെ, അടുത്തൊരു ദിവസം വീണ്ടും കാണാം. നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യുക, പ്ലാറ്റ്ഫോമിൽ എല്ലാ സപ്പോർട്ടും കാര്യങ്ങളായിട്ട് മുന്നോട്ട് വരിക. നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യുക, നമുക്ക് ഒരുമിച്ച് പഠിച്ച് മുന്നേറി പോകാം കേട്ടോ. അത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു എവരിവൺ. ഹാവ് എ ഗ്രേറ്റ് ഡേ. ഓക്കെ, all right. Thank you everyone. Thank you so much. You're welcome. Thank you.